പരിപാടിയിലെ രണ്ടാം ദിവസം പൂജനീയ സ്വാമിജി നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരയിലെ ഇന്നത്തെ ദിവസം ധന്യമാക്കാൻ നമ്മോട് കൂടെ ചേർന്നിട്ടുള്ളത് പൂജനീയ സദാനന്ദപുരി സ്വാമിജി അവர்களാണ്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഒരു വൈദ്യനെല്ലാം കാണിച്ചാൽ എല്ലാം പരിശോധിച്ചു. നാട്ടിലൊരു ഡോക്ടറുണ്ട് വെച്ചാൽ MBBS എന്ന് പറഞ്ഞു, എല്ലാം അദ്ദേഹത്തെ കാണിക്കും, അദ്ദേഹം മരുന്ന് തരും, മാറുകയും ചെയ്യും. ഒന്നുകിൽ രോഗം മാറും, അല്ലെങ്കിൽ രോഗം വേറൊന്നായി മാറും. എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കും, അതുറപ്പാ. ഒന്നും മാറാണ്ടിരിക്കില്ല, എന്തെങ്കിലും മാറ്റം വരും. ഇന്നിപ്പോൾ എന്തൊക്കെ ശാഖകളാണ്. കണ്ണ് കാണിക്കാൻ പോകുമ്പോഴാണ് അത്ഭുതപ്പെടുന്നത്. ഞാൻ വിചാരിച്ച കണ്ണിന് ഡോക്ടർ ഒന്നേ ഉള്ളൂ എന്നാ. കണ്ണിന് ഡോക്ടർ പകുതി നോക്കിയിട്ട് പറയുക, ഇനിയിപ്പോൾ എൻ്റെ ഫീൽഡല്ല സ്വാമി, അങ്ങോട്ട് പോയിക്കോളൂ. അവിടെ പോയി അപ്പം പറഞ്ഞു, അതെന്താ, അത് റെറ്റിനേൻ്റെ മാത്രമാണ്. ഓ ശരി, റെറ്റിനേൻ്റെ മാത്രം നോക്കി. അയാൾ മുക്കാഭാഗം നോക്കിയിട്ട് പറഞ്ഞു, ഇനി എൻ്റെ ഫീൽഡല്ല സ്വാമി, ഈ റെറ്റിനെ നെർവ്സും തമ്മിലുള്ള ജോയിൻറ്റിനെ പറ്റി പ്രത്യേകം ഉണ്ട്, അവിടേക്ക് പോയിക്കോളൂ സ്വാമി. എടാ, ഞാൻ പഴയ ഡോക്ടറെ അടുത്തേക്ക് തന്നെ പോവാം, അതല്ലേ നല്ലത് എന്ന് തോന്നിപ്പോവും നമുക്ക്. പക്ഷേ കുറ്റം പറയാൻ പറ്റില്ല. കാരണം സ്പെഷ്യലൈസേഷനിലൂടെ കൂടുതൽ 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 ആഴത്തിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ അറിവിന് അറ്റുണ്ടാവില്ല. അപ്പോഴാണ് ഈ ചോദ്യം ചോദിക്കുന്നത്, എന്താ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിത്തീരും. സ്ഥൂലബുദ്ധികൾ ഈ ചോദ്യം വിഡ്ഢിത്താണെന്ന് ചിലപ്പോൾ മുദ്ര കുത്തിയിട്ട് വരും. എന്നാൽ സൂക്ഷ്മ ബുദ്ധികൾക്കറിയാം, അല്ല, അത്യഗാധമായ അർത്ഥം ഈ ചോദ്യത്തിനുണ്ട്. അതെന്താ? വാസ്തവത്തിൽ ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഉപനിഷത്തുക്കൾ. ആവർത്തിക്കാം, വാസ്തവത്തിൽ ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഉപനിഷത്ത്. എന്തറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിത്തീരും. ഏതറിവാണ് അടിസ്ഥാനപരമായ അറിവ്? ബ്രഹ്മവിദ്യാം സർവവിദ്യാപ്രതിഷ്ഠാം എന്ന് ഉപനിഷത്ത് പറയും. സർവവിദ്യകളുടെയും പ്രതിഷ്ഠയായ ബ്രഹ്മവിദ്യ. കാരണം മറ്റെല്ലാ വിദ്യകളും അറിയപ്പെടുന്നതിനെ കുറിച്ചാണ്. ഒന്നുകൂടി പറയാം, എല്ലാ വിദ്യകളും അറിയപ്പെടുന്നതിനെ കുറിച്ചാണ്. ഈ അറിയപ്പെടുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് അറിയപ്പെട്ടത്, രണ്ട് അറിയപ്പെടാത്തത്. ഒന്നിച്ചു പോണേ. ഉപനിഷത്തൊക്കെ വിഷയം വെക്കുമ്പോൾ നമ്മൾ രണ്ടും ഒന്നിച്ചു പോയാലേ ചർച്ച ശരിയാവുള്ളൂ. നാട്ടുവർത്താനം പറഞ്ഞിരിക്കാനെച്ചാൽ കുഴപ്പമില്ല. പിണറായി എന്താ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പം പറയാം, അതിന് വിരോധമില്ല. ഉപനിഷത്താവുമ്പോൾ സൂക്ഷ്മമായി ഒന്നിച്ചു പോകണം. നോക്കൂ, അറിയപ്പെടുന്നത് രണ്ടാണ്. ഒന്ന് അറിയപ്പെട്ടത്, രണ്ട് അറിയപ്പെടാത്തത് ആണല്ലോ. ശരിയല്ലേ? അറിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ നിമിഷം വരെ എന്നാൽ അറിയപ്പെട്ടതാണ്. അറിയപ്പെടാത്തതോ ഈ നിമിഷം എന്നാൽ അറിയപ്പെടാത്തത്. ഒരു പക്ഷേ നാളെ അറിയപ്പെടുമായിരിക്കും, ഉറപ്പൊന്നുമില്ല. ഇങ്ങനെ രണ്ടായി നമുക്ക് പിരിക്കാം അറിയപ്പെടുന്നതിനെ. ലോകത്തിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ വിദ്യാശാഖകളും അതെത്ര കാലാനുസൃതം വികസിച്ചു പോയിക്കൊള്ളട്ടെ, എല്ലാ വിദ്യാശാഖകളും ഈ അറിയപ്പെടുന്നതിനെ സംബന്ധിക്കുന്നതാണ്. അതിനറ്റമില്ല. അത് വികസിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അവയെ മുഴുവൻ അറിയുന്നവനാരാ? ഞാനാണ്. ഞാൻ എന്ന് വെച്ചാൽ ഓരോരുത്തരും ഞാൻ എന്ന് പറയണത്.
ഒരു സംശയമില്ല. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ മലയാളം പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ ഫിസിക്സ് പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ ബയോളജി പഠിച്ചു, എന്തോ പഠിച്ചോട്ടെ, വിഷയങ്ങൾ അനേകമാണ്. പക്ഷെ പഠിച്ചതെല്ലാം ഞാൻ തന്നെയാണ്. ആരായി ഞാൻ? ആരാ? ഇതൊരു അന്വേഷണ വിഷയമാണല്ലോ. ആരാണ് ഞാൻ? ഈ അന്വേഷണം ഏത് കാലം തുടങ്ങി? ആരാ ഞാൻ? എങ്കിൽ പറയട്ടെ, തൻ്റെ പാരമാർത്ഥികമായ സ്വരൂപത്തെയാണ് ഉപനിഷത്ത് വെളിപ്പെടുത്തുന്നത്. അറിയപ്പെടുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് അറ്റമില്ലാത്തതാണ്. അതിനെ മുഴുവൻ അറിയുന്ന തന്നെക്കുറിച്ചുള്ള അറിവ് ഏകമാണ്. ഇതാണ് ഉപനിഷത്ത്. എന്താണ് എൻ്റെ പാരമാർത്ഥിക സ്വരൂപം? ആരാണ് ഞാൻ? ചോദ്യം, ഈ അറിവുകൊണ്ട് എന്താ പ്രയോജനം? വെറുതെ നേരം പോക്കുന്നല്ലാതെ. നോക്കൂ, നമുക്കൊക്കെ ജീവിതത്തിൽ എന്താ കിട്ടേണ്ടത്? ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. ഈ വർത്തമാനകാല പ്രസക്തി അവിടെ നിൽക്കട്ടെ, ആധുനിക കാലത്തുള്ള പ്രസക്തി അവിടെ നിൽക്കട്ടെ, എല്ലാ കാലത്തുള്ള പ്രസക്തിയാണ് ചിന്തിക്കേണ്ടത്. ഏത് കാലത്തും നമുക്കൊക്കെ എന്താ വേണ്ടത്? എന്തിനാണ് നമ്മൾ ജീവിക്കണത്? കള്ളം പറയരുതേ, സത്യമേ പറയാവൂ. അപ്പോൾ നമ്മളോട് ഒരാളോട് ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ ജീവിക്കണത്? സ്വാമി, ജനിച്ചു, അതുകൊണ്ട് മരിക്കണവരെ ജീവിക്കണ്ടേ എന്ന് ആരെങ്കിലും പറയാന്ന് വെച്ചാൽ നമ്മൾ മറുപടി പറ, എന്നാൽ പോയി ചത്തോന്നാ. കാരണം മരിക്കണവരെ ജീവിക്കുക വെച്ചാൽ അവൻ്റെ ലക്ഷ്യം മരണമാണ്. വേഗം പോയിക്കൂടെ? ഇതിനപ്പോൾ ഇരിക്കണത് അല്ല, മരിക്കലല്ല ലക്ഷ്യം. ഈ കൂട്ടത്തിൽ തന്നെ ഇത്ര പേര് ഇവിടെ ഇരിക്കുന്നു. എന്താ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ പല മറുപടികളല്ലേ പറയുക. എല്ലാവർക്കും സമ്മതമായൊരു ലക്ഷ്യം പറയാമോ? പറയാം. സുഖം വേണം. ഇല്ലേ? അതിൽ അഭിപ്രായ വ്യത്യാസം ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഈ കൂട്ടത്തിൽ സുഖം വേണ്ടാന്നുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ പറയുക. എന്നോടൊരു മോള് ചോദിച്ചു, ഒരു കൊച്ചു മോളാ, ചെറിയൊരു മോള്, സ്വാമി എന്തിനാ സന്യസിച്ചേ? ഞാൻ പറഞ്ഞു, സുഖത്തിന്. വേറൊരു ഉത്തരവില്ല, സത്യം പറയാൻ പാടുള്ളൂ, കള്ളം പറയരുത്. ഉടനെ അവളുടെ ചോദ്യം, അപ്പോൾ സ്വാമിക്ക് സുഖമുണ്ടോ? എനിക്ക് സുഖം തന്നെയാണ്, എപ്പോഴും സുഖം. അവൾ ആള് ബുദ്ധിമതിയാ. മൂന്നാമത്തെ ചോദ്യം, അപ്പോൾ സ്വാമിക്ക് സൂക്കടൊന്നും വരില്ലേ? രോഗം വരും, രോഗങ്ങൾ വരും, രോഗങ്ങൾ പോകും. രോഗം ഒരിക്കലും അസുഖമല്ല. പാഞ്ചഭൗതികമായ ശരീരമുള്ള കാലത്തോളം രോഗം വരും. രോഗം വന്നാൽ പോവുകയും ചെയ്യും. ചില രോഗങ്ങൾ നമ്മളെ കൊണ്ടേ പോവും, അങ്ങനെയുണ്ട് ചിലത്. പക്ഷേ രോഗം ഒരിക്കലും അസുഖമല്ല. അസുഖവും രോഗവും രണ്ടും രണ്ടാ. എന്താ അഭിപ്രായം? ചിന്തിക്കുക. സുഖമേ ഉള്ളൂ, സുഖമല്ലാണ്ട് ഒന്നുമില്ല. എപ്പോഴും സുഖം. എല്ലാവരും ലക്ഷ്യമാക്കുന്നത് സുഖത്തെയാണ്. എല്ലാവരും. അല്ലാതെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാട്ടോ. അപ്പോൾ വൈകുണ്ഠാണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ടാവും. കൈലാസമാ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ടാവും. സ്വർഗമാ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ടാവും. നരകമാ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ടാവും. ഒക്കെ എതിർക്കാൻ പറ്റും. എന്നാൽ സുഖമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി ഒരാൾക്കും എതിർക്കാൻ പറ്റില്ല. സുഖാർത്ഥ സർവഭൂതാനാം മതാ സർവാപ്രവൃത്തയ. എല്ലാ ഭൂതങ്ങളുടെ എല്ലാ പ്രവൃത്തികളും സുഖത്തിനായിക്കൊണ്ടാണ്. ഈ സുഖാന്വേഷണത്തിൽ നമ്മൾ ഓരോരുത്തരും അത് കിട്ടിയാൽ സുഖം ഉണ്ടാവും, ഇത് കിട്ടിയാൽ സുഖം ഉണ്ടാവും എന്നും പറഞ്ഞ് നടക്കുക. എന്തിൻ്റെയൊക്കെ പിന്നാലെയാ? എണ്ണമറ്റ വിഷയങ്ങളുടെ പിന്നാലെ നമ്മൾ സുഖത്തിനായിട്ട് അലയുകയാണ്. സുഖം ഉണ്ടാവണില്ലേ? സുഖം ഉണ്ടാവുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ വയ്യ. ഇല്ല എന്ന് പറഞ്ഞാൽ കള്ളത്തരാണ്. വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ സുഖമുണ്ട് ഇല്ലേ? ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കഴിക്കുമ്പോൾ സുഖമില്ലേ? ഇഷ്ടപ്പെട്ടൊരു ആളെ കാണുമ്പോൾ ഒരു സുഖമില്ലേ? ഇഷ്ടപ്പെട്ട ആളോട് ചേരുമ്പോൾ സുഖമില്ലേ? ഇഷ്ടപ്പെട്ട ഒരു പ്രദേശം കാണുമ്പോൾ സുഖമില്ലേ? ഉണ്ട്. പക്ഷേ ആ സുഖമൊന്നും ആത്യന്തികമല്ല.
താത്കാലികം മാത്രം. പിന്നെയും പിന്നെയും നമ്മൾ സുഖത്തിന് അന്വേഷിക്കുക. ഒരു വേള എനിക്ക് സുഖം തന്ന പദാർത്ഥം അതിനേക്കാൾ സുഖം തരുന്ന പദാർത്ഥത്തെ നേടിയപ്പോൾ സുഖം തരുന്നില്ല. അതെ, നമ്മുടെ അന്വേഷണം തുടരുകയാണ്. എവിടെ നിന്നാണ് ആത്യന്തികമായ നിരതിശയമായ സുഖം? ഇത് തേടിയാണ് മനുഷ്യൻ അന്വേഷിക്കുന്നത്. ഞാൻ ആത്യന്തികമായ സുഖത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം ലോകത്തിൽ ഇന്ന് വരെ ഒരു ഭൗതിക വിഷയത്തിന് പിന്നാലെ അലയുന്ന ആളിൽ നിന്നും കേട്ടിട്ടില്ല. തിരക്കേടൊന്നുമില്ല, പക്ഷെ ഇനിയും ഞാൻ സുഖത്തിന് അന്വേഷിക്കുക തന്നെയാണ്. ഇതിനേക്കാൾ സുഖം വേണം, ഇതിനേക്കാൾ സുഖം വേണമെന്ന് അയാൾ അന്വേഷിച്ച് പോവുക. തൻ്റെ സുഖത്തിൻ്റെ പൂർണ്ണതയിൽ, തൻ്റെ ആനന്ദ പൂർണ്ണതയിൽ, കൃതാർത്ഥതയിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞവർ ഉപനിഷത്തിലെ ഋഷിമാർ മാത്ര. വേദാഹമേതം പുരുഷം മഹാന്തം. ആ മഹത് സ്വരൂപമായിരിക്കുന്ന പൂർണ്ണനായിരിക്കുന്ന പുരുഷനെ ഞാൻ അറിയുന്നു. യല്ലബ്ധ്വാചാപരം ലാഭം മന്യതേനാധികം തതഃ. യാതൊന്നിനെ ലഭിച്ചാൽ അതിനേക്കാൾ ഉയർന്ന മറ്റൊന്ന് ലഭിക്കേണ്ടതായിട്ടില്ലയോ? അന്വേഷണത്തിൻ്റെ, സുഖാന്വേഷണത്തിൻ്റെ പര്യവസാനം. അതാണ് ഉപനിഷത്ത്. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇഷ്ടമായ വിഷയത്തെ പ്രാപിക്കുമ്പോൾ സുഖമുണ്ട് പറഞ്ഞു. തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ല എന്നൊന്നും പറയരുത്. പക്ഷെ അത് ഏതുപോലെയാണെന്നറിയോ? ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രഭാഷണ പരമ്പര 2ാം ദിവസം ഇതിന് വരുന്ന ആൾക്കാർ ഇത്രയും പേര് ഇവിടെ ഇരിക്കണോ? ഇതിൽ ബഹുഭൂരിഭാഗം പേരും 95% പോരാ, 99% പേരും വരുന്നതിന് മുമ്പ് കണ്ണാടി നോക്കിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ചിലർക്ക് കണ്ണാടി കാണുന്നത് ദേഷ്യമായിരിക്കും, അവർ പണ്ട് നോക്കിയിട്ടുണ്ടാവും. ഇല്ല, അവർ പണ്ട് നോക്കിയിട്ടുണ്ടാവും. അവർ ചിലപ്പോൾ പേരക്കുട്ടിയോ മറ്റൊന്നും ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വഴക്ക് പറയും. എന്താ അത് കണ്ണാടി മുമ്പ് നിൽക്കുക, എത്ര മണിക്കൂറായി നിൽക്കണമെന്ന്. അവർ തന്നെ ഒരു 20, 30, 40 കൊല്ലം മുമ്പ് അങ്ങനെ തന്നെ നിന്നവരാ. ഇല്ലേ, ശരിയല്ലേ പറഞ്ഞേ? ഇല്ല, നോക്കാതെ വന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? മിക്കവാറും പേര് നോക്കിയിട്ടുണ്ടാവും. എന്തിനാ കണ്ണാടി നോക്കിയേ? കണ്ണാടി കാണാനാ? കണ്ണാടി കാണാൻ നമ്മളൊരൊറ്റ പ്രാവശ്യമേ നോക്കാറുള്ളൂ. എപ്പോഴാണ് കണ്ണാടി കാണാൻ കണ്ണാടി നോക്കുക? മേടിക്കണ സമയത്ത്. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അത് നോക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കണതൊക്കെ നമ്മളെ കാണാനാ, കണ്ണാടി കാണാനല്ല. കണ്ണാടി കാണാൻ ഈ കൂട്ടത്തിലായിരിക്കും കണ്ണാടി നോക്കിയിട്ടുണ്ടോ? ഇല്ല, നമ്മുടെ പ്രതിരൂപം കാണാനാ നോക്കണേ. നമ്മുടെ പ്രതിരൂപം കാണാൻ നമുക്ക് കണ്ണാടി തട്ടി പ്രതിഫലിച്ച് വരണം, എന്നാലേ കാണാൻ പറ്റൂ. ഇതുപോലെ വിവിധ വിഷയങ്ങളിൽ തട്ടി തൻ്റെ സുഖം, തൻ്റെ ആനന്ദം പ്രതിഫലിച്ചു വരുമ്പോഴേ ജനസാമാന്യത്തിന് സുഖം അനുഭവിക്കാൻ കഴിയൂ. ആണിൽ തട്ടി, പെണ്ണിൽ തട്ടി, സ്ഥാനമാനങ്ങളിൽ തട്ടി, ഭക്ഷണപദാർത്ഥങ്ങളിൽ തട്ടി, അതിൽ തട്ടി, ഇതിൽ തട്ടി, തിരിച്ച് തൻ്റെ ആനന്ദം പ്രതിഫലിച്ച് വരുമ്പോൾ സുഖം. അത് കഴിച്ചപ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ, എന്നാൽ കുറച്ചും കൂടി കഴിച്ചോളൂ. ഇനി വയ്യ, കുറച്ചും കൂടി കഴിക്കാനാണ് എന്നോട് പറഞ്ഞത്, നിനക്കല്ലേ സുഖം തന്നത്. അയ്യോ വയ്യ സ്വാമി, നിന്നോടാ പറഞ്ഞത്, ദയവ് ഇത് ഉപദ്രവിക്കരുത്, എനിക്കിപ്പം മതിയായി, ഞാൻ നാളെയോ മറ്റന്നാളായിട്ടോ കഴിച്ചോളാം. ഈ വിഷയത്തിൽ നിന്നാണോ സുഖം? അല്ല, ആ വിഷയത്തിൽ തട്ടി പ്രതിഫലിച്ചു വന്നതാ. അപ്പോൾ നേരിട്ട് ഈ ഒരു സുഖസ്വരൂപത്തിലേക്ക് ഇറങ്ങിപ്പോവാനുള്ള കഴിവ് ലഭിച്ചാലോ ഒന്ന് ആലോചിച്ച് നോക്കൂ. വിഷയത്തിൽ തട്ടി പ്രതിഫലിക്കുന്നതല്ലാതെ ഈ ഒരു സുഖസ്വരൂപത്തിലേക്ക്, ഈ ഒരു ആനന്ദ സ്വരൂപത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള കഴിവ് ലഭിച്ചാലോ എന്തായിരിക്കും ആ ഒരു ആനന്ദം?
എങ്കിൽ പറയട്ടെ, ആ ആനന്ദമാണ് ഉപനിഷത്തുക്കൾ നമുക്ക് തരുന്നത്. അപ്പോൾ എക്കാലവും നമ്മൾ അന്വേഷിച്ച ആത്യന്തിക സുഖാന്വേഷണത്തിനുള്ള അവസാന വാക്കാണ് ഉപനിഷത്തിൽ നമുക്ക് ലഭിക്കുന്നത്. പ്രസക്തമല്ലേ? അല്ലെങ്കിൽ പിന്നെ സുഖം വേണ്ട എന്ന് പറയണം. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, സുഖം വേണ്ട സ്വാമിയെന്ന്. എന്നാൽ പിന്നെ ഉപനിഷത്തും വേണ്ട. സർവകാരണമായ സത്യത്തെ അറിയുന്നതാണ് ഉപനിഷത്തെന്ന് നേരത്തെ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് തൻ്റെ സ്വരൂപത്തെ അറിയുന്നതാണ്. മൂന്നാമത് ഇപ്പം പറഞ്ഞു ആനന്ദപ്രാപ്തിയാണ്. ഇതെങ്ങനെയാണ് മൂന്നും കൂടി ഒന്നാവുക? പ്രശ്നം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം ഇവിടെ പ്രഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത് സർവകാരണം എന്ത് എന്ന് കണ്ടെത്താനുള്ള കഴിവാണ് മനുഷ്യൻ്റെ വിശേഷം. ആ സർവകാരണ ജ്ഞാനമാണ് ഉപനിഷത്തെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് തൻ്റെ സ്വരൂപജ്ഞാനമാണ്, താൻ ആരെന്ന അറിവെന്നാണ്. മൂന്നാമത് ഇപ്പം പറഞ്ഞത് ആനന്ദപ്രാപ്തി എന്നാണ്. ഇത് മൂന്നും എങ്ങനെയാണ് ഒന്നാവുക എന്ന് ചോദ്യം. മറുപടി ലളിതമാണ്. നോക്കൂ, സുഖം എന്ന പോലെ നമ്മളെല്ലാം സ്വാതന്ത്ര്യത്തെയാണ് അന്വേഷിക്കുന്നത്. സുഖം തന്നെയാണ് സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം തന്നെയാണ് സുഖം. സ്വാതന്ത്ര്യത്തിലേ സുഖമുള്ളൂ. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാട്ടോ. സ്വാതന്ത്ര്യം. ഇന്നലെ വരെ സുഖമാണെന്ന് നമ്മൾ വിചാരിച്ച വസ്തുക്കളെ ആവശ്യത്തിലധികം തന്ന് ഒരാൾ നമ്മളെ കെട്ടിയിട്ടു എന്ന് വിചാരിച്ചോളൂ, സുഖം ഉണ്ടാവുമോ? നിനക്കല്ലേ അവളെ വലിയ ഇഷ്ടമെന്ന് പറഞ്ഞത്, എന്നാൽ നീ അവളെ അടുത്ത് തന്നെ അങ്ങോട്ട് ഇരുന്നോ പറഞ്ഞ് കയ്യും കാലും കെട്ടി അങ്ങോട്ട് ഇട്ടു ഞങ്ങളുണ്ട്, അവളെടുത്ത് സുഖം ഉണ്ടാവുമോ? കുറച്ചു നേരം കഴിഞ്ഞാൽ എന്താ അഭിപ്രായം? ഇല്ല. നിനക്കല്ലേ ഈ ഭക്ഷണ പദാർത്ഥം വലിയ ഇഷ്ടമെന്ന് പറഞ്ഞത്, ഇവിടെയാണ് ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ചങ്ങലയ്ക്ക് ഇട്ടു എന്ന് വിചാരിച്ചോളൂ. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഒരു വലിയ പാത്രത്തിൽ നിറയെ വെച്ചിട്ടുണ്ട്, സുഖം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം ബന്ധനം, പാരതന്ത്ര്യം ഒരിക്കലും സുഖമല്ല. നമ്മളെല്ലാവരും സ്വാതന്ത്ര്യത്തെയാണ് അഭിലഷിക്കുന്നത്. ഒരു സംശയം പറയുന്നതിനില്ല. തന്നിൽ പരിമിതി കൽപ്പിക്കുന്ന കാലത്തോളം പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കാവുന്നില്ല. ആവർത്തിക്കട്ടെ, തന്നിൽ പരിമിതി കൽപ്പിക്കുന്ന കാലത്തോളം പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കാവുന്നില്ല. ഞാൻ ദേശത്താലോ കാലത്താലോ പരിമിതനാണ് എന്ന ബോധം ഉള്ള കാലത്തോളം സ്വാതന്ത്ര്യമില്ല. കാരണം ദേശത്താലും കാലത്താലും ബന്ധിക്കപ്പെടുക അവിടെ ചെയ്യണത്. ഏത് പരിമിതിയും ബന്ധനം തന്നെയാണ്. അതെ, എന്താ അഭിപ്രായം? ചിലർക്കത് പറയാൻ മടിയുണ്ടാവും കേട്ടോ. കാരണം ഈ പരിമിതികൾ ഇഷ്ടം എന്ന് വിചാരിച്ച് അഭിനയിച്ചൊക്കെ കഴിയുന്നവരാ ഭൂരിഭാഗവും. അങ്ങോട്ടോ നോക്കാൻ പാടില്ല, ഇങ്ങോട്ടോ നോക്കാൻ പാടില്ല. നീ എന്തിനാ അങ്ങോട്ട് നോക്കിയത്? എന്നെ നോക്കിയാൽ പോരെ, നിൻ്റെ ഭർത്താവ് ഞാനല്ലേ. പിന്നെ നീ എന്തിനാ അവനെ നോക്കിയത്? അല്ലെങ്കിൽ നീ എന്തിനാ അവളെ നോക്കിയത്? നിൻ്റെ ഭാര്യ ഞാനല്ലേ. എടാ, എല്ലാ കാലവും നിന്നെ തന്നെ നോക്കിയാൽ ശരിയാവുക? ഒന്ന് അങ്ങോട്ട് നോക്കിക്കോട്ടെ. സ്വാമി, ഇത് സാമൂഹിക വ്യവസ്ഥയെ ഇല്ലാതാക്കില്ലേ? സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ചൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അത് ധർമ്മശാസ്ത്രം. ധർമ്മശാസ്ത്രത്തെക്കുറിച്ച് ചിദാനന്ദപുരി സ്വാമി പറയാന്ന് ഇതല്ല പറയുക, വേറെയാ പറയുക. ഇത് ഉപനിഷത്താണ്. ഉപനിഷത്ത് ധർമ്മശാസ്ത്രമല്ല. ഏത് തരത്തിൽപ്പെട്ട പരിമിതിയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽപ്പെട്ട അസ്വാതന്ത്ര്യം ഉണ്ടാക്കുന്നുണ്ട്. യാതൊരു സംശയവുമില്ല. ദേശകാലങ്ങളാലുള്ള ബന്ധനം നിലനിൽക്കുന്ന കാലത്തോളം പൂർണ്ണ സ്വാതന്ത്ര്യമില്ല. ഉണ്ടെന്ന് പിന്നെ നമ്മൾ കൽപ്പിക്കാറുണ്ട്. പണ്ടൊക്കെ, ഇപ്പം പിന്നെ കത്തെഴുതുന്ന പരിപാടി ഇല്ല. പണ്ടൊക്കെ കത്തെഴുതുമ്പോൾ ആദ്യത്തെ വാചകം എന്താ? പ്രിയപ്പെട്ട ഇന്നാൾക്ക് ഇവിടെ സുഖം തന്നെ, അവിടെയും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ ആദ്യം എഴുതാറ്. ഇവിടെ വല്ല സുഖമുണ്ടോ? അവിടെയും വലിയ സുഖം ഇല്ലയെന്ന് എനിക്കറിയാം, എന്നാലും എഴുത്ത് അങ്ങനെയാണ് എഴുതുക.
ഇന്ന് പിന്നെ നല്ല കാലത്തിന് കത്തുമില്ല, പോട്ടെ. ഇതൊരു കൽപ്പനയുടെ മുകളിൽ ജീവിക്കുക. ആവർത്തിച്ച് പറയാം, ഇതൊരു കൽപ്പനയുടെ മുകളിൽ ജീവിക്കുക. പരമാർത്ഥത്തിൽ ഏത് തരത്തിൽപ്പെട്ട പരിമിതിയും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു. അപരിമിത സ്വരൂപമാണ് താനെന്ന ബോധസാക്ഷാത്കാരത്തിൽ, ആവർത്തിക്കാം, അപരിമിത സ്വരൂപമാണ് താനെന്ന ബോധസാക്ഷാത്കാരത്തിൽ ആനന്ദമേ ഉള്ളൂ. ആനന്ദം, സ്വാതന്ത്ര്യം, പരമമായ സ്വാതന്ത്ര്യം. ചിന്തിക്കുക. ഇവിടെ നേരത്തെ പറഞ്ഞു, തന്നെക്കുറിച്ചുള്ള അറിവെന്ന് പറഞ്ഞു. ഞാൻ സത്താണ്, ചിത്താണ്, ആനന്ദമാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം പരമസ്വാതന്ത്ര്യം ആയിട്ടില്ല. എന്നാൽ അപരിമിതമായ ബ്രഹ്മമാണ്, അപരിമിതമായ കേവലമായ സത്യമാണ് ഞാനെന്ന തിരിച്ചറിവ്. ശ്രദ്ധിക്കുക, ഈ ശരീരത്താൽ പരിമിതനായ ഞാൻ, ദേശകാലങ്ങളാൽ പരിമിതനായ ഞാൻ എന്ന ബോധമുള്ള കാലത്തോളം അവന് പൂർണ്ണ സ്വാതന്ത്ര്യമില്ല. ദേശകാലങ്ങളാൽ പരിമിതനല്ല ഞാൻ, ദേശകാലങ്ങൾക്കും അടിസ്ഥാനമായ ഉണ്മയാണ് എന്ന ബോധസാക്ഷാത്കാരത്തിലേക്ക് ഉയരുമ്പോൾ എല്ലാ പരിമിതിയും ഇല്ലാണ്ടായി. അതാണ് ഉപനിഷത്തുക്കൾ പ്രഖ്യാപിക്കുന്ന സർവാധിഷ്ഠാനമായ സത്യമാണ് നീ എന്ന തത്വമസി. അത് നീയാകുന്നു. ഒരു കാരണവശാലും ദേശകാലങ്ങളാൽ പരിമിതനല്ല നീ എന്ന് നിന്റെ സ്വരൂപത്തെ തിരിച്ചറിയൂ. ശരീരം ദേശകാലങ്ങളാൽ പരിമിതമാണ്. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ദേശകാലങ്ങളാൽ പരിമിതമാണ്. അതല്ല നിന്റെ സ്വരൂപം. അതിനെയെല്ലാം എൻ്റെ 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 എന്നറിയുന്ന ഞാൻ അതിനുപരിയാണ്. എന്താണ് തൻ്റെ സ്വരൂപം? ആ സ്വരൂപബോധത്തിൽ നേരത്തെ പറഞ്ഞ സർവ കാരണം, സർവാധിഷ്ഠാനമെന്ന ഉണ്മയും ഞാൻ ആര് എന്ന എൻ്റെ അന്വേഷണവും ഒന്നായിത്തീരുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന ബോധസാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നു. അത് പരമമായ സ്വാതന്ത്ര്യമാണ്, പരമാനന്ദമാണ്. ഈ പരമാനന്ദത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഉപനിഷത്ത്. അതുകൊണ്ട് ഇതെന്നും പ്രസക്തമാണ്. എന്നും എന്നും പ്രസക്താണെങ്കിൽ പിന്നെ വർത്തമാനത്തിലും പ്രസക്താണ്, ഭാവിയിലും പ്രസക്താണ്, എവിടെയും പ്രസക്താണ്. കാരണം ഇത് അഭിസംബോധന ചെയ്യുന്നത് മനുഷ്യനോടാണ്. ഉപനയനം ചെയ്തവനോടാണ്, മാമോദീസ മുക്കിയവനോടാണ്, സുന്നത്ത് കർമ്മം ചെയ്തവനോടാണ്, ഒന്നുമില്ല, മനുഷ്യനോടാണ്. വെളുത്തവനോടാണ്, കറുത്തവനോടാണ്, ഇല്ല, മനുഷ്യനോടാണ്. സ്ത്രീയോടാണ്, പുരുഷനോടാണ്, ഇല്ല, മനുഷ്യനോടാണ്. എക്കാലവും ദേശത്തിലും നിലകൊള്ളുന്ന മനുഷ്യനോടാണ് ഉപനിഷത്ത് അഭിസംബോധന ചെയ്തത്. മറ്റൊന്നുകൂടി പറയാം, അങ്ങേയറ്റം യുക്തിഭദ്രമാണ് ഉപനിഷത്തിൻ്റെ ഭാഷ. ഇന്ന് നോക്കൂ ലോകത്തിലേക്ക്. മതങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയ ലോകം. അതെ, മതങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയ ലോകമാണ്. പിച്ച് ചീന്തുകയാണ് മതത്തിൻ്റെ പേരിൽ. നമുക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ കാണാം. എന്നല്ല, മറ്റൊന്നുകൂടി കാണാം. വിദ്യാഭ്യാസപരമായി ഉയർന്ന
വിവേകശീലമുള്ള, വിചാരശീലമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹവും മതപരമായ വിശ്വാസത്തിൻ്റെ കെട്ടുപാടിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ലോകത്തിലേക്ക് തുറന്നു നോക്കൂ. യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഓസ്ട്രേലിയയിലായാലും ഒക്കെ തന്നെ ഞങ്ങൾ നോൺ റിലീജിയസ് ആണെന്ന് പറയുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. 45 മുതൽ 50 വരെ ശതമാനമായി കഴിഞ്ഞു പൊതുവെ നോൺ റിലീജിയസ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നവരുടെ എണ്ണം. നോക്കുക. എന്തുകൊണ്ടാണ്? ഒറ്റ മറുപടിയുള്ളൂ. മനുഷ്യൻ അടിസ്ഥാനപരമായി യുക്തിബോധമുള്ളവനാണ്. എന്തിനെ സംബന്ധിച്ചും അവൻ യുക്തിപൂർവം ചോദിക്കും, എന്തുകൊണ്ട്. ഈ ചോദ്യത്തിന് മറുപടി നൽകാതെ നീ വിശ്വസിക്കൂ എന്ന് പറയുന്ന നേതാവിനെ വിശ്വസിക്കൂ, പ്രവാചകനെ വിശ്വസിക്കൂ, ഗുരുനാഥനെ വിശ്വസിക്കൂ, യുക്തിപൂർവം ചോദ്യം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ദർശനവും ഒരു രാഷ്ട്രീയവും ഒരു മതവും ഒരു പ്രത്യയശാസ്ത്രവും നിലനിൽക്കില്ല. അവൻ്റെ യുക്തിപൂർവമായ ചോദ്യത്തിന് മറുപടി കിട്ടണം. ഇവിടെയാണ് കേവലം വിശ്വാസത്തിൽ അധിഷ്ഠിതങ്ങളായ മതങ്ങൾ, വിശ്വസിപ്പിൻ എന്ന് മാത്രം പറയുന്ന മതങ്ങൾ, യുക്തിപൂർവമായ ചോദ്യം ചെയ്യലിനെ അനുമോദിക്കാത്ത മതങ്ങൾ, അതിൽ നിന്ന് ബുദ്ധിയുള്ളവർ വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാണുന്നു നമ്മൾ സ്പഷ്ടമായിട്ട്. ഇവിടെയാണ് ഉപനിഷത്തുക്കളുടെ വേദത്തിൻ്റെ ചിന്താപദ്ധതിയുടെ പ്രാധാന്യവും മഹിമയും പ്രസക്തിയും. ഇവിടെയാണ് ലോകം മുഴുവൻ ഈ വേദാന്ത ചിന്തയെ വാരി വിതറാനുള്ള നമ്മുടെ ഉത്തരവാദിത്തം ഏറുന്നത്. കാരണം വേദാന്ത ചിന്താപദ്ധതി, ഉപനിഷത്തുക്കൾ എപ്പോഴും യുക്തിപൂർവമായ ചോദ്യം ചെയ്യലിനെ പ്രോത്സാഹിപ്പിച്ചു. ചോദിക്കൂ എന്നവർ പറഞ്ഞു. എവിടെ ശാസ്ത്രീയമായ സമീപനമുണ്ടോ, എവിടെ യുക്തിഭദ്രതയുണ്ടോ, അവിടെ മാത്രമേ ചോദ്യം ചെയ്യലിനെ പ്രോത്സാഹിപ്പിക്കൂ. അല്ലാത്തതൊക്കെ വിശ്വസിക്കൂ എന്നാണ് പറയുക. അതുകൊണ്ട് വർത്തമാനകാല ലോകത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹവും വിശ്വാസാധിഷ്ഠിതങ്ങളായ മതങ്ങളുടെ ചട്ടക്കൂടുകളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വലിയ പ്രസക്തി യുക്തിഭദ്രമായ വേദാന്ത ചിന്താപദ്ധതിക്കുണ്ട്, ഉപനിഷത്ത് ചിന്താപദ്ധതിക്കുണ്ട്. കാരണം തത്വവിചാരത്തിലേക്കൊരു പ്രവേശം ലഭിക്കാത്ത പക്ഷം അവ്യവസ്ഥ വരും സമൂഹത്തിൽ. കാരണം ഇന്നലെ വരെ സമാശ്രയിച്ച വിശ്വാസ പ്രമാണങ്ങളെ ഉപേക്ഷിച്ചു. ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തെ സംബന്ധിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിട്ടുമില്ല. എങ്കിൽ നമ്മുടെ ജീവിതം ഒന്നുമല്ലാതെ ക്ഷയിച്ചു പോകും. അവിടെയാണ് ഉപനിഷത്ത് മാടി വിളിക്കണത്. അല്ലയോ അമൃതത്വത്തിൻ്റെ സന്താനങ്ങളെ, വരൂ, കേൾക്കൂ, ഈ പരമമായ സത്യത്തെക്കുറിച്ച് കേൾക്കൂ. ഈ ആത്യന്തിക സ്വാതന്ത്ര്യത്തിലേക്ക്, പരമമായ സത്യബോധത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ലേ എങ്കിൽ പോലും ഈ സത്യാന്വേഷണത്തിൻ്റെ മാർഗത്തിലെങ്കിലും പോകുമ്പോൾ മനുഷ്യൻ കൃതാർത്ഥനാകും. ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, ജീവിതത്തിലൊരു ലക്ഷ്യബോധം ലഭിക്കുന്നത് കൊണ്ടുള്ള ജീവിത ക്രമീകരണത്തിൻ്റെ മാർഗത്തിൽ അവൻ പ്രതിഷ്ഠിതനാകും. വിശ്വാസത്തിൽ അധിഷ്ഠിതങ്ങളായ മതങ്ങൾ എന്നും വളരുന്ന ശാസ്ത്രത്തിനെതിരാണ്.
കാരണം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ചിന്തകളിൽ ഒതുങ്ങിയവരാണ്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പാടില്ല, അതിനപ്പുറത്തേക്ക് ചോദിക്കാൻ പാടില്ല. എന്നാൽ വേദാന്തം അതല്ല. ഏത് കണ്ടെത്തൽ പുതിയതായി ശാസ്ത്രമേഖലയിൽ വന്നാലും അതിനെ മുഴുവൻ സ്വീകരിക്കാനുള്ള, അനുമോദിക്കാനുള്ള, അംഗീകരിക്കാനുള്ള ഭാവന വേദാന്തം നമുക്ക് നൽകും. സംഘർഷരഹിതമായ സാമൂഹിക ജീവിതം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസ മേഖലയിൽ ഉപനിഷത്ത് നൽകുന്നു. മറ്റേ സംഘർഷമാണ്. ഇതിൻ്റെ ഒരു രസകരമായൊരു ആഖ്യാനം, വളരെ രസകരമായൊരു ആഖ്യാനം ശ്രീ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു വരികൾ ഉദ്ധരിക്കാൻ തോന്നുകയാണ്. വളരെ മനോഹരമായൊരു ആഖ്യാനമാണ്. മതപഠനത്തിനിരിക്കുന്ന കുട്ടികളോട് മതാധ്യാപകൻ ചോദിക്കുന്നു, ഭൂമി ഉരുണ്ടിട്ടോ പരന്നിട്ടോ? ഉടനെ കുട്ടികൾ പറഞ്ഞു പരന്നിട്ട്. ഉടനെ മതാധ്യാപകൻ ചോദിച്ചു സയൻസിലോ? സയൻസ് എന്ന് പറഞ്ഞാൽ സയൻസിലോ എന്നാണ്. ഉരുണ്ടിട്ട്. മതി, ഇത്രയേ ഉള്ളൂ. രണ്ട് വരി കൊണ്ട് എത്ര മനോഹരമായിട്ട് കുഞ്ഞബ്ദുള്ള എഴുതി. ഇതാണ് വളർന്നു വരുന്ന ശാസ്ത്ര സാങ്കേതിക കാഴ്ചപ്പാടുകളെ എന്നും വിശ്വാസമതങ്ങൾ എതിർത്തിട്ടുണ്ട്. ഭൂമി ഉരുണ്ടതാണെന്ന് പറയുമ്പോൾ തൊലി ഉരിച്ച് പുകയെ തൊട്ടിട്ടുണ്ട്. അന്നല്ല ഇന്നും. കാരണം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. വേദാന്തം അതല്ല. ഏതൊരു യുക്തി ചിന്താ പദ്ധതിയെയും അനുമോദിക്കുന്ന, പുതിയ ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളെ സ്വീകരിക്കാനുള്ള ക്ഷമതയെ നമുക്ക് നൽകുന്ന വീക്ഷണമാണ്. അതുകൊണ്ട് വർത്തമാനകാലത്തിൽ ജീവിതത്തിൽ ലക്ഷ്യബോധത്തെ നൽകാനും മനുഷ്യ ജീവിതത്തെ പരമമായ അന്വേഷണ മാർഗത്തിലേക്ക് നയിക്കാനും വ്യാവഹാരികമായി ശാന്തിയോടെ സമാധാനത്തോടെ പുലരാനും ഉപനിഷത്തല്ലാതെ വേറൊന്നില്ല. കാരണം നമ്മൾ പലതിൻ്റെ പേരിൽ ഏകതയെക്കുറിച്ച് പറയാറുണ്ട്. പലതരം സോഷ്യലിസം, കമ്മ്യൂണിസം, ഒരുപാട് ഇസങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. വേണ്ടത് തന്നെയാണ്, നല്ലത് തന്നെയാണ്. എന്നാൽ സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏകതയല്ല, വർഗങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഏകതയല്ല, മറിച്ച് അടിസ്ഥാനമായ സത്ത ഒന്നായതുകൊണ്ട് നാം ഏകമാണെന്ന് പഠിപ്പിക്കുന്ന ദർശനം വേദാന്തം മാത്രമാണ്. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ സകലത്തിലും കുടികൊള്ളുന്ന ചൈതന്യം ഏകമാണ്, അദ്വിതീയമാണെന്നതുകൊണ്ട് നാം ഒന്നാണ്. ഈ ഭാവനയെ ഊട്ടി വളർത്തുന്ന ദർശനമല്ലേ ഇന്ന് ലോകത്തിൽ വേണ്ടത്? കാരണം യുദ്ധങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ലോകം. ഓരോ വീടിനുള്ളിലും യുദ്ധമാണ്. എന്തിന് വീട്ടിനുള്ളിൽ? ഓരോ മനുഷ്യനുള്ളിലും യുദ്ധമാണ്. ഓരോ പ്രസ്ഥാനത്തിനുള്ളിലും യുദ്ധമാണ്. പിന്നെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം പറയേണ്ടതുണ്ടോ? ഇവിടെ യുദ്ധം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ എടുത്തിട്ട് റഷ്യയും ഉക്രൈനുമായിട്ട് ഇത്ര കാലമായി, അല്ലെങ്കിൽ ഇസ്രായേലും ഹമാസുമായിട്ട് എത്രയായി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇസ്രായേലും പലസ്തീനെന്ന് പറഞ്ഞിട്ടില്ലേ? ഇസ്രായേലും പലസ്തീനും തമ്മിൽ യുദ്ധമില്ല. ഇത്തരം യുദ്ധങ്ങളല്ല, എല്ലാ യുദ്ധങ്ങളും ആത്യന്തികമായ ഏകതയുടെ ഈ പ്രഖ്യാപനങ്ങൾ, അതിൽ നിന്ന് സഹജമായി പുറത്തേക്ക് വരുന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഏകതയുടെ വീക്ഷണം, യുക്തിഭദ്രമായ സത്യാന്വേഷണം, ഇതാണ് ഈ കാലഘട്ടത്തിൽ പ്രസരിപ്പിക്കേണ്ടതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വിഷയം ആധുനിക
കാലത്ത് ഉപനിഷത്തുക്കളുടെ പ്രസക്തി കുറച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഇനി പറയട്ടെ, ഇത് പ്രസംഗം കേട്ട് ഉൾക്കൊള്ളാൻ ആർക്കും കഴിയില്ല. പിന്നെ എന്ത് വേണം? സ്വാധ്യായം ചെയ്യണം. സ്വാധ്യായം ചെയ്യല്ലാതെ വേറെ വഴിയില്ല. സ്വയം പഠിക്കാൻ തയ്യാറാവണം. മനസ്സിലാവില്ല സ്വാമി, നാം പഠിച്ചിട്ടുണ്ടോ? ഇത്ര മനസ്സിലാവണ ശാസ്ത്രം വേറെ ഇല്ല. ഇത്ര എളുപ്പം വേറൊന്നില്ല ഉപനിഷത്ത് പോലെ. കാരണം ഒരു വളച്ചുകെട്ടലും ഇല്ലാതെ നേരെ അങ്ങോട്ട് പറഞ്ഞു തരുന്നതാ. ശ്രദ്ധിക്കുക. അതുകൊണ്ട് സ്വയം പഠിച്ച് ജീവിതത്തിൽ അല്പമെങ്കിലും ദിവസവും പഠിക്കുന്നൊരു ശീലം നമ്മൾ വളർത്തിയെടുക്കുക. ഭവിച്ചറിയുക എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്ന്. അല്ലാതെ വേറൊരാൾ പ്രസക്തമാണെന്ന് പറയുന്നത് കേട്ടിട്ട് നമ്മളും തത്തമ്മേ പൂച്ച പൂച്ച പറഞ്ഞിട്ട് ഒരു ഗുണമില്ല. ഉപനിഷത്ത് വളരെ പ്രസക്താട്ടോ. എന്താ അത്? ആഴ്ചവട്ടത്ത് വളയനാട് ഹിന്ദു സേവാ സമിതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഉപനിഷത്ത് പ്രസക്താന്ന്. അത് പറ്റില്ല, അത് പറ്റില്ല. മറിച്ച് നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തിൽ പഠിച്ച് ഇതിൻ്റെ നിത്യപ്രസക്തി, ഒന്നുമില്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ അതുകൊണ്ടുണ്ടാവുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയണം. ഇന്നലെ വരെ പതറിപ്പോകുന്ന വിഷയങ്ങളെ ഇന്ന് എത്ര സമചിത്തതയോടുകൂടി അനുഭവിക്കാനും അഭിമുഖീകരിക്കാനും സാധിക്കുന്നു. എത്രമാത്രം എനിക്ക് തൻ്റെ ഇടം വളർന്നിരിക്കുന്നു. സ്വയം അനുഭവിച്ചറിയണം. ഒരു സംശയവുമില്ല. കരുത്തരാക്കി തീർക്കുന്ന ഉപനിഷത്ത് നമ്മളെ. ഇന്നലെ ഭീരുക്കളായിരുന്ന നമ്മളെ ഇന്ന് ധീരന്മാരാക്കുന്നു. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കെൽപ്പില്ലാത്ത അവസ്ഥയിൽ നിന്ന് വരട്ടെ, ഏത് പ്രശ്നമാണെങ്കിലും നോക്കാം, ഇത്രയല്ലേ ഉള്ളൂ, അതാണ്, ഇത്രയല്ലേ ഉള്ളൂ. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകുന്ന, അതിലുപരി അറിവും കരുത്തും ഒത്തുചേർന്ന വ്യക്തിത്വങ്ങളെ രൂപീകരിക്കുന്ന, അറിവും കരുത്തും ബ്രഹ്മ തേജസ്സും ക്ഷാത്രവീര്യവും ഒത്തുചേർന്ന വ്യക്തികളെ സൃഷ്ടിക്കുന്ന ഈ മഹാവിദ്യ എന്നും എന്നും പ്രസക്തമാണെന്ന് മാത്രം പറയട്ടെ. അതിനെക്കുറിച്ച് അധികം പറഞ്ഞ മണിക്കൂറുകൾ അങ്ങനെ കടന്നു പോകും, തീരില്ല. ഇപ്പം തന്നെ 1 മണിക്കൂർ കഴിഞ്ഞു. അതുകൊണ്ട് സംശയ നിവാരണത്തിൻ്റെ കടലാസുകൾ കുറച്ചൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ഒരു മര്യാദ മാത്രം പാലിക്കുകയാണിത്. കിട്ടിയ കടലാസ് തിരിച്ചു വെക്കുകയാണ്. ആദ്യം ചോദിച്ചത് അടിയിലാവും എന്നുള്ളൊരു ഒരു പ്രതീക്ഷയിലാട്ടും അത് തിരിച്ചു വെക്കണത്. നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ പുത്രൻ എന്നാണല്ലോ. അതെ, അങ്ങനെ തന്നെയാണ്. ശബ്ദത്താൽ ലക്ഷ്യമാക്കപ്പെടുന്ന നരകത്തിൽ നിന്ന് പിതൃക്കളെ ത്രാണനം ചെയ്യുന്നവർക്കാണ് പുത്രൻ എന്ന് പറയുന്നത്. അപ്പോൾ പുത്രിയുടെ സ്ഥാനം എന്താണ്? അത് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അവിടെ പുത്രശബ്ദത്തിൽ സ്ത്രീലിംഗ സൂചകമായി സ്ത്രീ പ്രത്യയം വന്ന് പുത്രി എന്നാവുന്നു എന്നല്ലാതെ അർത്ഥത്തിനൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഇപ്പം ഭഗവാൻ ഭഗവതി എന്ന് പറഞ്ഞുവെച്ചോളൂ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗം ആർക്കുണ്ടോ അവൻ ഭഗവാൻ. അപ്പോൾ ഭഗവതിയോ? ഭഗം ആർക്കുണ്ടോ അവൾ ഭഗവതി. ലിംഗഭേദം മാത്രമേ ഉള്ളൂ, അർത്ഥഭേദം ഇല്ല. അതുപോലെ പുത്രനും പുത്രിക്കും ഒരർത്ഥഭേദം ഇല്ല. ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് പുത്രനുചിതമായ, പുത്രന് അർഹമായ എല്ലാ ക്രിയകളിലും പുത്രിക്കും അർഹത ഉണ്ടെന്ന് മനസ്സിലാക്കണം. അച്ഛനമ്മമാർക്ക് വേണ്ടി പിതൃകർമ്മങ്ങളെ ചെയ്യാൻ, ശ്രാദ്ധാദി കർമ്മങ്ങളെ ചെയ്യാൻ, തർപ്പണാദികളെ ചെയ്യാൻ, ശ്മശാന കർമ്മം ചെയ്യാൻ പുത്രന് എത്ര അധികാരമുണ്ടോ അത്ര തന്നെ അധികാരം പുത്രിക്കും ഉണ്ട്. അല്ലെങ്കിൽ ആ പേര് സംസ്കൃതത്തിൽ ആചാര്യന്മാർ തരാൻ പാടില്ല. പുത്രി എന്നുള്ള പേര് തരാൻ പാടില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകം ഓർമ്മിക്കുക. ശ്രീബുദ്ധൻ അവതാരമാണോ? എങ്ങനെയാ കൂട്ടണമെന്ന് വെച്ചാൽ അങ്ങനെ. അവതാരമാണെന്ന് കൂട്ടുന്നവർക്ക് അവതാരം, അവതാരം അല്ല എന്ന് കൂട്ടുന്നവർക്ക് അവതാരമല്ല. മിനിയാന്നൊരു നേരം പോക്കുണ്ടായി. മിനിയാന്ന് എവിടുന്നാപ്പം അതുണ്ടായത്? അത് ഓർമ്മയില്ല.
മിനിയാന്നാണ് ഒരാൾ, ശരി മനസ്സിലായി, 29-ാം തീയതി, മിനിയാന്നല്ല 29-ാം തീയതിയാണ് ഉണ്ടായത്. രാത്രി വളരെ വൈകിട്ട് ഒരാൾ പറയുക, നമ്മുടെ ചിദാനന്ദപുരസ്വാമി ഉണ്ടല്ലോ, സാക്ഷാൽ അവതാരമാണ്. ഞാൻ പറഞ്ഞു, ചതിക്കല്ലേ. അയാളുടെ ഒറ്റയ്ക്ക് വിളിച്ച് ഞാൻ പറഞ്ഞു, ചതിക്കല്ലേ, മനുഷ്യൻ ഇങ്ങനെ ജീവിച്ച് പോകുന്നുണ്ട്, ഇങ്ങനെ ഉരുണ്ട് സൈഡിൽ കൂടെയൊക്കെ ഒന്ന് ജീവിച്ച് പോയിക്കോട്ടെ. ഇനി എന്നെ പിടിച്ച് അവതാരാക്കി എന്താ സ്തുതി ഭഗവാനെ, ആലോചിക്കാൻ വയ്യ. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുക. ഞാൻ ഒരു മനുഷ്യനായി ഈ സൈഡിൽ കൂടെ അങ്ങനെ ജീവിച്ച് സുഖമായി പോയിക്കോട്ടെ. ആർക്കും ആരെ അവതാരമായി കാണാം, ആർക്കും ആരെയും അവതാരമായി കാണാം. അവതൃ രക്ഷണേ, രക്ഷയ്ക്കായി കൊണ്ടുവരുന്ന എല്ലാ ഭാവങ്ങളെയും. ശ്രീമദ് ഭാഗവതത്തിൽ ഒരു പർവ്വതത്തിൽ നിന്ന് എപ്രകാരമാണോ ആയിരക്കണക്കിനായ നീർച്ചാലുകൾ ഉണ്ടാവുന്നത്, അതുപോലെ ഭഗവാനിൽ നിന്ന് അസംഖ്യേയങ്ങളായ അവതാരങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ ഗീതയിലേക്ക് പോയി കഴിഞ്ഞാൽ, യദ്യത് വിഭൂതിമത്സത്വം ശ്രീമദ് ഊർജിതമേവ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം എന്ന് പറയുന്നുണ്ട്. എവിടെ വിശേഷ മഹിമയോട് കൂടിയതായിട്ടോ ഐശ്വര്യയുക്തമായിട്ടോ ഊർജ്ജസ്വലമായിട്ടോ ഉള്ള ഭാവങ്ങളെ നീ കാണുന്നുവോ, അവിടെ എൻ്റെ ഭാവം കൂടുതൽ പ്രകാശിക്കുന്നു എന്ന് മനസ്സിലാക്കൂ ഹേ അർജുന എന്ന്. അപ്പോൾ ചോദ്യം, ബുദ്ധൻ അവതാരമാണോ? ആണെന്ന് കണക്കാക്കുന്നവർക്കാണ്, അല്ലെന്ന് കണക്കാക്കുന്നവർക്ക് അല്ല. വലിയൊരു തപസ്വിയായിരുന്നു ശ്രീബുദ്ധൻ. തപസ്സിലൂടെ താൻ കണ്ടെത്തിയ സത്യത്തെ ലോകത്തിന് വിളംബരം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു ശ്രീബുദ്ധൻ. ശ്രീബുദ്ധനെ ഈ 10 അവതാരങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയത് അങ്ങനെയുണ്ട്. ജയദേവ മഹാകവിയാണ്. ഗീതഗോവിന്ദത്തിൻ്റെ സമാരംഭത്തിൽ ദശാവതാര സ്തോത്രം രചിച്ചു. ഈ ദശാവതാര സ്തോത്രം വളരെ പ്രസിദ്ധമാണ്. കാരണം അത് വിവിധ ഇനം നൃത്തങ്ങളിൽ നർത്തകന്മാർ ഉപയോഗിച്ചു. ഭരതനാട്യത്തിലായാലും, ഇനി അത് വെച്ച് കുച്ചിപ്പുടി ഉണ്ടെന്ന് തോന്നുന്നു, പല സങ്കേതങ്ങൾക്കനുസരിച്ചിട്ടുള്ള നൃത്തങ്ങളിലൂടെ അത് പ്രചരിച്ചു ഈ ദശാവതാര കീർത്തനം. അതിൽ ശ്രീകൃഷ്ണന് ശേഷം വരുന്നത് ബുദ്ധനാണ്. ഈ ചിന്താപദ്ധതി ബംഗാളം, ബീഹാർ, ഒഡീസ ഭാഗത്ത് പ്രചരിച്ചു. ഇപ്പം നിങ്ങൾ യാത്രക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ പുരി അല്ലെങ്കിൽ കൊണാർക്ക് ഭാഗത്തൊക്കെ പോയിട്ട് ദശാവതാരങ്ങളുടെ ശില്പം വാങ്ങാൻ കിട്ടും. അതിൽ 9ാമത്തത് ബുദ്ധനായിരിക്കും. അല്ലാതെ നമ്മൾ മറ്റ് ഒരു തരത്തിലും അത് അംഗീകരിക്കപ്പെട്ടതല്ല. ഇനി ഒരാൾ അംഗീകരിക്കണോ, ആയിക്കോട്ടെ, വിരോധമൊന്നുമില്ല. എങ്കിൽ ഭഗവത്ഗീതയിലെ അഹിംസയും ബുദ്ധൻ്റെ അഹിംസയും തമ്മിൽ വ്യത്യാസമില്ലേ? ബുദ്ധൻ്റെ അഹിംസയെക്കുറിച്ച് നമുക്ക് അറിയില്ല കേട്ടോ, ഏറെ അറിയില്ല. ബൗദ്ധരുടെ അഹിംസയെക്കുറിച്ചാണ് നമുക്കേറെ അറിയണത്. ബൗദ്ധരുടെ സിദ്ധാന്തവും ബുദ്ധൻ്റെ സിദ്ധാന്തവും അജഗജാന്തരമുണ്ട്. ബുദ്ധൻ്റെ പിൻഗാമികളാണ് ബൗദ്ധരായിട്ട് വന്നത്. അവർ പ്രചരിപ്പിച്ച ദർശനമാണ് ഇന്ന് ബൗദ്ധം എന്ന പേരിൽ നമുക്ക് ലഭിക്കുന്നത്. ശൂന്യവാദവും ക്ഷണികവാദവും ഒക്കെ ഉണ്ട്. ബുദ്ധൻ അതൊന്നും പറഞ്ഞിട്ടില്ല. ബുദ്ധൻ്റെ ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ത്രിപിടകങ്ങളിലാണ്. ഈ ഉപദേശം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വൈദികമായ യാഗാദി കർമ്മങ്ങളിൽ ഉണ്ടായിരുന്ന വർദ്ധിതമായ ഹിംസയ്ക്കെതിരായിട്ടാണ് ബുദ്ധൻ ഉപദേശങ്ങളെ ചെയ്തത്. വർദ്ധിതമായ ഹിംസ കൊണ്ട് അങ്ങ് എന്താ പറയേണ്ടത്, അധപ്പതിച്ചാന്ന് പറഞ്ഞാൽ ചിലർക്ക് വിരോധവും, അങ്ങേയറ്റം
അതിൽ മുങ്ങിപ്പോയ, ഹിംസയിൽ മുങ്ങിപ്പോയൊരവസ്ഥയായിരുന്നു വൈദിക യാഗകർമ്മങ്ങൾക്ക്. തൻ്റെ ഉപദേശത്തിലൂടെ ആ ഹിംസയെ നിശ്ചിതമായി എതിർത്ത് അഹിംസ പരമോധർമ്മ എന്നുള്ള ആശയത്തെ പ്രചരിപ്പിക്കുകയാണ് ശ്രീബുദ്ധൻ ചെയ്തത്. ഹിംസ വേണ്ടിടത്ത് ഹിംസ വേണം, അഹിംസ വേണ്ടിടത്ത് അഹിംസയും വേണം. അതാണ് വൈദികമായ കാഴ്ചപ്പാട്. അല്ലാതെ അഹിംസ 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 എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ കാര്യം നടക്കൂല. അഹിംസ വേണ്ടിടത്ത് അഹിംസ വേണം, ഹിംസ വേണ്ടിടത്ത് ഹിംസ വേണം. നമ്മുടെ ഏതെങ്കിലും ദേവീദേവന്മാർ ആയുധരഹിതരായിട്ട് എത്ര പേരുണ്ട്? ജ്ഞാനസ്വരൂപിയായ ദക്ഷിണാമൂർത്തിയെ മാറ്റി വെച്ചോളൂ, അവിടെയും ജ്ഞാനാഗ്നിയുണ്ട്, അവിടെയും ജ്ഞാനാഗ്നിയുണ്ട്. എല്ലാവരടുത്തും ആയുധങ്ങളുണ്ട്. എന്തിനാ? കാഴ്ചയ്ക്ക് വെക്കാനാ? കാഴ്ച ബംഗ്ലാവിൽ വെക്കാനാ? ആസുരികതയെ നശിപ്പിക്കാനാണ്, അധർമ്മത്തെ നശിപ്പിക്കാനാണ്, ധർമ്മസ്ഥാപനത്തിനാണ്. ചിന്തിക്കുക. അതുകൊണ്ട് ഹിംസ വേണ്ടിടത്ത് ഹിംസ വേണം, അഹിംസ വേണ്ടിടത്ത് അഹിംസ വേണം. നമ്മളിവിടെ ഈ കേരളത്തിൽ, ഈ കോഴിക്കോട്, ഈ ആഴ്ചവട്ടത്ത്, ഈ ഹിന്ദു സേവാ സമിതിയുടെ ഹാളിൽ വളരെ ശാന്തമായി ഒരു പ്രശ്നമില്ലാണ്ട് ഈ പ്രഭാഷണം ചെയ്യുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിർത്തിയിൽ ധീരന്മാരായ നമ്മുടെ ജവാന്മാർ ഒന്നാം തരം ആയുധങ്ങളുമായി കാവൽ നിൽക്കണോണ്ടാ. അവൻ്റെ ജീവൻ പണയം വെച്ച് രാഷ്ട്രത്തിന് വേണ്ടി അവിടെ കാവൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കണത്. ആണോ അല്ലയോ? അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതുകൊണ്ട് ജവാന്മാരെ നമ്മൾ ആദരിക്കുക. അവിടെ ശത്രു ഇരച്ചു കയറുമ്പോൾ അഹിംസാ പരമോധർമ്മ എന്ന് പറഞ്ഞിരുന്ന എന്താവും രാഷ്ട്രത്തിൻ്റെ സ്ഥിതി? അതുകൊണ്ട് ഹിംസയും അഹിംസയും ഒക്കെ യഥാസ്ഥാനം മനസ്സിലാക്കപ്പെടണം. മരണത്തിന് ശേഷം ആത്മാവ് പരമാത്മാവിൽ ലയിക്കുകയോ പുനർജന്മമെടുക്കുകയോ ചെയ്യുമെന്ന് പറയുന്നു. ഈ ലയിക്കുക എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല കേട്ടോ. ആത്മാവ് പോയി പരമാത്മാവിൽ ലയിക്കൂ അത്രേ. ലയിച്ചാൽ പിന്നെ ഉണ്ടാവും. ഉപ്പ് വെള്ളത്തിൽ ലയിച്ചാൽ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഉപ്പ് അവിടെ തന്നെ ഉണ്ടാവും. ശരിയാണ്, അങ്ങനത്തെ സിദ്ധാന്തങ്ങളുണ്ട്. അതിനെ നമ്മൾ നിന്ദിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഈ സിദ്ധാന്തമാണ് വിശിഷ്ടാദ്വൈതികൾ പുലർത്തുന്നത്. വിശിഷ്ടാദ്വൈത ദർശനത്തിൽ ആത്മാവ് പരമാത്മാവിൽ ലയിക്കുക ചെയ്യുക, ഈശ്വരൻ ലയിക്കുക ചെയ്യുക. സന്തോഷം, അതവർ പറയുന്നത് നമ്മൾ എതിർക്കില്ല. പക്ഷെ നമുക്കത് സ്വീകാര്യമല്ല. അവരെ ബഹുമാനിക്കും, അവരെ സ്നേഹിക്കും. പക്ഷെ ആ ദർശനത്തെ നമുക്ക് വ്യക്തിപരമായി അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈശ്വരൻ ലയിക്കുന്നൊന്നുമില്ല ആരും. ഈശ്വര സ്വരൂപമാണ് താൻ. ഈശ്വര സ്വരൂപമാണെന്ന തിരിച്ചറിവ് തന്നിലെ പരിമിതികളെ മുഴുവൻ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നുകിൽ പറയാം, ഒന്നുകിൽ മുക്തനാകും. ശരി, ഇനി മരണശേഷം അല്ല മുക്തി, ജീവിച്ചിരിക്കുമ്പോഴാണ് മുക്തി. ജീവിച്ചിരിക്കുമ്പോൾ മുക്തൻ, മരിച്ചാലും മുക്തൻ. എന്നിട്ട് പറയാം, ജീവിച്ചിരിക്കുമ്പോൾ മുക്തൻ, മരിച്ചാലും മുക്തൻ. ജീവിച്ചിരിക്കുമ്പോൾ ബദ്ധൻ, മരിച്ചാലും ബദ്ധൻ. എന്താ അവൻ്റെ ഗതി? അവൻ്റെ ഗതി വ്യക്തമായിട്ട് ഭഗവത്ഗീത പറയുന്നുണ്ട്. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹു ധ്രുവം ജന്മമൃതസ്യ ച. ജനിച്ചവന് മരണം ഉറപ്പാണ്, മരിച്ചവന് ജനനം ഉറപ്പാണ്. മോക്ഷം മരിച്ചിട്ടല്ല. ഈ ഹൈവതൈർജിതസർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ. ഇവിടെ തന്നെ അവർ ഈ സംസാരത്തിൻ്റെ മറുകര എത്തിയിരിക്കുന്നു. ആര് സമസ്വരൂപത്തിൽ നിലകൊള്ളുന്നുവോ. ന തസ്യ പ്രാണ ഉത്ക്രാമന്തി. അവൻ്റെ പ്രാണങ്ങൾ ഉത്ക്രമിക്കുന്നില്ല. ഇതൊക്കെ പറയുന്നത് ഇവിടെ ഇരിക്കുമ്പം തന്നെയാണ് മുക്തി, അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ടല്ല. ഇത് ശ്രദ്ധിക്കുക. ഏതായാലും പുനർജന്മം എടുക്കും. ആർക്ക് സ്വരൂപബോധം പ്രകാശിച്ചിട്ടില്ലയോ അവർക്കൊക്കെ പുനർജന്മം വേണം.
അപ്പോൾ ശ്രാദ്ധക്രിയകളുടെ പ്രസക്തി എന്ത്? ശ്രാദ്ധക്രിയ ഒരാൾ പുനർജന്മം സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഞാൻ ആകാശത്തുനിന്ന് പൊട്ടി വീണവനല്ല, എനിക്കൊരമ്മയുണ്ട്, എനിക്കൊരച്ഛനുണ്ട്, അവർക്ക് അമ്മയും അച്ഛനുമുണ്ട്, ഈ തലമുറകളായി നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അവരോടുള്ള കർത്തവ്യം ഞാൻ നിർവഹിക്കണം. അവർ പുനർജനിച്ചോ ഇല്ലയോ എനിക്കറിയില്ല, അതറിയാൻ എനിക്ക് കഴിയുകയുമില്ല. എന്നാൽ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടുന്ന കർമ്മങ്ങളില്ലാത്തതുകൊണ്ട് അവർക്കൊരിക്കലും അധോഗതി വരരുത്. അതുകൊണ്ട് അവർക്ക് ഉദ്ഗതി വരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പിണ്ടദാനാദികളെ ചെയ്യണം, ശ്രാദ്ധം അനുഷ്ഠിക്കണം, അവർക്ക് ഉദ്ഗതി പ്രാർത്ഥിച്ചിട്ട്. ചോദ്യം, അവർ പുനർജനിച്ചിട്ടുണ്ടാവും, ഉണ്ടെങ്കിൽ ആയിക്കോട്ടെന്നേ, ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? നോക്കൂ, ഒരു വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ ഒരു ശീലം ഉണ്ടെന്ന് വെച്ചോളൂ. അതൊക്കെ വേണ്ടതാണേ, എല്ലാ വീട്ടിലും അത് ഉണ്ടാവണേ. ദയവായി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അത് കുടുംബ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കും. ശരി, നമ്മൾ പറയുന്ന ദൃഷ്ടാന്തത്തിൽ ആ വീട്ടിലെല്ലാവരും സന്ധ്യയ്ക്ക് ഒരു 7:30 മണിക്കാണ് ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിക്കുക. അന്ന് ആ വീട്ടിലെ മകൻ 7:30 വന്നില്ല എന്ന് വിചാരിച്ചോളൂ. 7:45 വരെ കാത്തു, 8 മണി വരെ കാത്തു. അപ്പോൾ അവരൊക്കെ തീരുമാനിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഭക്ഷണം കഴിക്കാം. 1/2 മണിക്കൂർ കാത്തില്ലേ, അത് മതി, ഇനി അവൻ വന്ന് കഴിച്ചോട്ടെ. ഈ കഴിക്കുന്നതിന് മുമ്പ് അമ്മ, ആവർത്തിക്കട്ടെ, അമ്മ ഒന്ന് ചെയ്തിട്ടുണ്ടാവും. അതെന്താ? മക്കനുള്ളത് മാറ്റി വെച്ച് അടച്ചു വെച്ചിട്ടുണ്ടാവും. അവൻ കൂട്ടുകാരെ വീട്ടിൽ പോയി കഴിച്ചിട്ടാ വരുന്ന ചെയ്ത് നഷ്ടമായി പോവില്ലേ? ഇത്ര ഗ്രാം അരിയുണ്ട്, ഇത്ര ഗ്രാം പയറുണ്ട്, ഇതിനൊക്കെ കൂടി ഇത്ര രൂപ വിലയുണ്ട്, നഷ്ടമായി പോവില്ലേ? അത് അമ്മ ചിന്തിക്കില്ല, ഉറപ്പാണ്. അവിടെ അമ്മയ്ക്ക് ആ ധനതത്വശാസ്ത്രമൊന്നും തലേ കയറില്ല. അമ്മയാണെങ്കിൽ താൻ കഴിക്കുന്നതിന് മുമ്പ് എടുത്ത് വെച്ചിട്ടുണ്ടാവും മകന്. അവൻ കഴിച്ചിട്ടുണ്ടോ, ആയിക്കോട്ടെ, സാരമില്ല, ഞാൻ വെക്കാത്തത് കൊണ്ട് അവനൊരു കുഴപ്പമുണ്ടാവരുത്, ഇല്ലേ? ഇതല്ലേ സ്നേഹം? പിന്നെ എൻ്റെ അമ്മ അങ്ങോട്ട് പുനർജനിച്ചിട്ടുണ്ടാവുമോ ഇല്ലേ? നമുക്കറിയില്ലല്ലോ. നമ്മൾ ശ്രദ്ധയോടുകൂടി ദാ ഈ തിലോദകം സദ്ഗതി നൽകണേ എന്ന് പ്രാർത്ഥനയോടുകൂടി ചെയ്യുക. ചെയ്താൽ മാത്രം പോരാ, ശ്രദ്ധിക്കുക, ഒന്നുകൂടി പറയുന്നു, ചെയ്താൽ മാത്രം പോരാ, അടുത്ത തലമുറ കാണണം നമ്മൾ ചെയ്യണത്. നമ്മുടെ മക്കൾ കാണണം നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി എത്ര ത്യാഗപൂർണമായി, എത്ര സ്നേഹപൂർണമായി പ്രവർത്തിക്കുന്നു എന്ന് അവർ കാണണം. കാണിച്ചുകൊണ്ട് ചെയ്യണം. ശ്രദ്ധിക്കുക. ക്ഷേത്രാചാരങ്ങളിൽ ഭരണകർത്താക്കളുടെ അഭിപ്രായം സ്വീകരിക്കേണ്ടതുണ്ടോ? വർത്തമാന സാഹചര്യത്തിൽ സ്വാമിജിയുടെ അഭിപ്രായം എന്ത്? ക്ഷേത്ര പരിപാലകരുടെ, ഭരണകർത്താക്കൾ എന്നുള്ള വാക്ക് നമ്മൾ മാറ്റുകയാണ്, പരിപാലകരുടെ. ഇപ്പോൾ ഭഗവാനെ ഭരിക്കാൻ നീയൊക്കെ ആരാ? ഇല്ലേ, ഞാൻ ക്ഷേത്ര ഭരണാധികാരിയാ. എടാ, നീ ഭഗവാനെ ഭരിക്കാൻ മാത്രമായോ? പറയുമ്പോഴത്തേക്ക് കാറ്റും പോയി. ഇപ്പം എന്തായി? ഇപ്പോൾ ക്ഷേത്ര ഭരണാധികാരികൾ ആരും ഇല്ല കേട്ടോ. ഓരോരുത്തർക്ക് തോന്നും ഞാൻ ഭരണാധികാരിയാന്ന്. പരിപാലകർ സേവിക്കാൻ അവസരം തന്നു ഭഗവാനെ, വലിയ പുണ്യാട്ടോ എന്ന ഭാവനയോടുകൂടി മറ്റ് ഭരണാധികാരിയായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പ്രശ്നമാണേ. അവൻ കയറി ക്ഷേത്രം ഭരിക്കാൻ തുടങ്ങും. പരിപാലകർ തീർച്ചയായിട്ടും പരിപാലകർക്ക് അഭിപ്രായം പറയാനും തീരുമാനമെടുക്കാനും അധികാരമുണ്ട്. ക്ഷേത്രത്തെ സംബന്ധിച്ചാവുമ്പോൾ ക്ഷേത്ര ആചാര്യന് അഭിപ്രായം പറയാനും തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം നൽകാനും അധികാരമുണ്ട്. ഭക്തന്മാർക്ക് അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനും ഉചിതമായ വേദിയിൽ ഉന്നയിക്കാനും അധികാരമുണ്ട്. എല്ലാവരും ചേർന്നിട്ടാണ് ഇത് നടത്തി കൊണ്ടുപോകുന്നത് അഥവാ പോകേണ്ടത്. ആചാര്യന്മാരുടെ അഭിപ്രായങ്ങൾ,
വേദ തന്ത്ര ശാസ്ത്ര വിദ്വാൻമാരുടെ അഭിപ്രായങ്ങൾ, ക്ഷേത്ര പരിപാലകരുടെ അഭിപ്രായങ്ങൾ, ആചാര്യൻ്റെ അഭിപ്രായങ്ങൾ, ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് വേണം ഉചിതമായ വിധം ക്ഷേത്ര പരിപാലനം ചെയ്യാൻ. ഇതിൽ ഒരു വരിയുണ്ട്, വർത്തമാന സാഹചര്യത്തിൽ, എല്ലാ സാഹചര്യത്തിലും അങ്ങനെ തന്നെയാണ്, എല്ലാ സാഹചര്യത്തിലും അതാണ്. അല്ലാണ്ട് ക്ഷേത്രമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവൻ കയറി അഭിപ്രായം പറഞ്ഞാലോ, അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ഗുരുവായൂർ പോയി ചോദിച്ച ആൾക്കാരാ പറയണത്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്. നേടാ നിനക്കെന്ത് അധികാരം ഇത് പറയാൻ? അത് ക്ഷേത്രവിശ്വാസികളും ക്ഷേത്രാരാധനാ സമ്പ്രദായത്തിലൂടെ പോകുന്നവരും കൂടി ആലോചിക്കട്ടെ, അല്ലാത്തൊരു പറയേണ്ട വിഷയമാണോ? ഒരു ഇസ്ലാമിക ആരാധനാലയത്തിൽ എന്ത് ചെയ്യണമെന്ന് അതിനെക്കുറിച്ച് അറിയാത്ത ഞാൻ പോയിട്ട് അഭിപ്രായം പറയില്ല. അതിനുള്ളിൽ അതിൻ്റെ വിവരമുള്ളവർ ചെയ്യട്ടെ. ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ ഇന്ന പോലെ ചെയ്യണമെന്ന് അതിനെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായം പറയാൻ അർഹതയില്ലാത്ത ഞാൻ പറയില്ല. നല്ലത്, സന്തോഷം, അത്രയേ ഉള്ളൂ. നിങ്ങളെന്താ വെച്ചൊക്കെ നല്ല രീതിയിൽ നടത്തൂ, അത്രയേ ഉള്ളൂ. ഓരോന്നിലും അതത് അധികാരികൾ വേണം അഭിപ്രായം പറയാൻ. ഇതെല്ലാവർക്കും കയറി നിരങ്ങാനുള്ള സ്ഥലമാണ് ക്ഷേത്രം. ചിന്തിക്കുക, ഇതൊക്കെ പറയിപ്പിക്കുന്നത് ആര്? അതും ചിന്തിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട സമൂഹം ഉചിതമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുകയാണ് വേണ്ടത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്ന് ഭഗവത്ഗീത പറയുന്നു. ഇത് മനുസ്മൃതിയിലെ ചിന്തകൾക്ക് വിപരീതമാണോ? ഇവിടെ മനസ്സിലാക്കേണ്ടത്, മനുസ്മൃതിയെയും ഗീതയെയും തുലനം ചെയ്ത് ചിന്തിക്കാൻ പാടില്ല. കാരണം ഭഗവത്ഗീത എന്നുള്ളത് സ്മൃതിയുടെ മഹാഭാരതത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും ഉപനിഷത്ത് സാരമാണ്. അതുകൊണ്ടാണ് ആചാര്യന്മാർ ഗീതോപനിഷത്ത് എന്നൊരു പദവി ഗീതയ്ക്ക് കൊടുക്കുന്നത്. എന്നാൽ മനുസ്മൃതി എന്ന് പറഞ്ഞാൽ അത് രാജ്യഭരണത്തിന് വേണ്ട നിയമക്രമമാണ്. ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് രാജ്യഭരണത്തിന് വേണ്ടി എഴുതപ്പെട്ട നിയമമാണ് മനുസ്മൃതി. എത്ര ആയിരം കൊല്ലം മുമ്പെന്ന് നമുക്കറിയില്ല. ഇപ്പം നമുക്കൊന്നറിയാം. നോക്കൂ, നമ്മുടെ ഇപ്പോഴത്തെ സ്മൃതി ഏതാ? നമ്മുടെ സ്മൃതി ഏതാ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ, ഇനി ആരും കൊണ്ടുവരണ്ടേ കടലാസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലുള്ള നൂറുകണക്കിന് നിയമങ്ങൾ ചേർന്നതാണ് നമ്മുടെ സ്മൃതി. എത്രയോ ആക്റ്റുകൾ, ആയിരക്കണക്കിന് ആക്റ്റുകൾ നമുക്കുണ്ട്. ആ ആക്റ്റുകൾക്ക് മുകളിൽ കാലാനുസൃതമായി ഉണ്ടാക്കിയ റൂൾസുമുണ്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായ ഒന്നും അംഗീകരിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ഇതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല, ഉണ്ടായിട്ടൊട്ട് കാര്യവുമില്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കപ്പെട്ടിട്ട് 75 വർഷമായേ ഉള്ളൂ. 1949 നവംബർ 26 നമ്മൾ അംഗീകരിച്ചു. 1950 ജാനുവരി 26 മുതൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു യൂണിയനായിട്ട് ഫോം ചെയ്തു. വെറും 74 വർഷങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ. ഇതിനകം എത്ര അമെൻമെൻറ്റ്സ് വന്നു? എത്ര അമെൻമെൻറ്റ്സ് വന്നു? 150 മുകളിലായില്ലേ? എന്തായാലും 120 മുകളിലായിട്ടുണ്ട്, ഉറപ്പാ. കൃത്യസംഖ്യ എനിക്കറിയില്ല. വെറും 70 കൊല്ലം കൊണ്ട്, 7 ദശകങ്ങളെ കൊണ്ട് ഇത്രയ്ക്കധികം അമെൻമെൻറ്റ്സ് വന്നെങ്കിൽ ഒരു 300-400 കൊല്ലം കഴിഞ്ഞാൽ
ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങളിൽ തന്നെ എത്ര മാറ്റം വരും? വന്നേ മതിയാവും. ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു 40 വേണ്ട, ഒരു 30 കൊല്ലം മുമ്പ് നമ്മൾ പറയുക, നീ അറിഞ്ഞോ എന്ത് നമ്മൾ അയൽവക്കത്തുണ്ടല്ലോ അവിടെ ഒരു യുവാവും യുവതിയും കൂടി ഒന്നിച്ച് കഴിയുക. അതിനെന്താ? അല്ലേ, അവരെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലാന്നേ. അയ്യേ, എന്താപ്പത്, ഒരു സംസ്കാരമില്ലാത്ത പരിപാടിയാണല്ലോ എന്ന് പറയില്ലായിരുന്നോ? പറയായിരുന്നു. ഇന്ന് പറയുമോ? പറയില്ല. എന്തുകൊണ്ട് പറയില്ല? ഇന്ന് ലിവിങ് ടുഗദർ നമ്മൾ നിയമപരമായും സാമൂഹികമായും അംഗീകരിച്ചു കഴിഞ്ഞു. അതിനെതിര് പറഞ്ഞാലാണ് ഇല്ലീഗൽ. ഒരു 30 വർഷം മുമ്പ് അതിനനുകൂലം പറഞ്ഞാൽ ഇല്ലീഗലായിരുന്നു. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇന്ന് ഇവിടെ വരുന്നതിന് കുറച്ച് മുമ്പ് ഒരു വലിയൊരു ശാസ്ത്രജ്ഞയായിട്ട് ഒരു സംഭാഷണം ഉണ്ടായിരുന്നു ഫോണിലൂടെ. അപ്പോൾ സ്വയമേവ മരണത്തെ സ്വീകരിക്കാനുള്ള അധികാരം നൽകുന്ന യൂത്തനേഷ്യ, അതിനെക്കുറിച്ചുള്ള ഒരു വിഷയമായിരുന്നു ഞങ്ങൾ ചർച്ച ചെയ്തത്. അപ്പോൾ അത് അംഗീകരിച്ചിട്ടുള്ള രാജ്യമാണ് അവർ സംസാരിക്കുന്നത്, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ മാറിയ സാമൂഹിക സാഹചര്യത്തിൽ ഇതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് ചർച്ച ഉണ്ടായത്. ചിലപ്പോൾ ഇന്ന് ചിദാനന്ദപുരസ്വാമിയെ തോലി ഉരിച്ച് കൊല്ലും ആൾക്കാർ ഈ ഒരു ചർച്ച നടത്തി എന്ന് പറഞ്ഞാൽ, ഒരു സംശയമില്ലാതെ പറയട്ടെ, ഒരു 100 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വരും, വന്നേ മതിയാവും. ഒരു സംശയമില്ല. കാരണം അത്രയും രോഗങ്ങളുടെ ടെർമിനൽ സ്റ്റേജിലെത്തിയിട്ട് വേദന കൊണ്ട് പുളഞ്ഞിട്ട് ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ദുഃഖം, നോക്കാൻ ആരുമില്ലാതെ തള്ളപ്പെടുന്ന സ്ഥലത്തുനിന്ന് അങ്ങേയറ്റം മാനസികമായി പീഡ നൽകിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെ ഏറ്റെടുക്കുന്ന സാഹചര്യം, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന പ്രാർത്ഥന ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കുന്ന ഒരു സമൂഹം, അതിനെ ഇല്ലീഗലായി ഇന്ന് കണക്കാക്കുന്ന സമൂഹം മാറി ചിന്തിക്കും. ഉറപ്പാ. നിയമങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, 1000 കൊല്ലം മുമ്പ്, എങ്ങനെ കളിച്ചാലും ഒരു 5000 കൊല്ലം മുമ്പുള്ളൊരു നിയമക്രമം ഇന്ന് പ്രാവർത്തികമാവുമോ? ഒരിക്കലും ആവില്ല. എന്നാൽ ഗീതയുടെ ഔപനിഷദമായ ദർശനം എല്ലാ കാലവും ഉള്ളതാ. അതുകൊണ്ട് രണ്ടിനെയും തുലനം ചെയ്ത് ചിന്തിക്കാൻ പാടില്ല. ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിലുണ്ടായിരുന്ന സാമൂഹിക ജീവിതക്രമങ്ങൾ മറ്റൊരു കാലഘട്ടത്തിൽ അപ്രായോഗികമാണ്. എന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മഹിമയാണ് മനുസ്മൃതിക്കുള്ളത്. നമ്മൾ അത്ഭുതപ്പെടുത്തും. കാരണം 1000 കൊല്ലം മുമ്പുള്ള നിയമമായിട്ടും അതിലുള്ള പലതും ഇന്നും പ്രായോഗിക. ഇപ്പം ചെറിയൊരു ഉദാഹരണം പറയാം. ചെറിയൊരു ഉദാഹരണം. ഇന്നിപ്പോൾ നമ്മൾ സർവേ കല്ലുകൾ കുഴിച്ചിടുന്നുണ്ട്, സർവേ ചെയ്തിട്ട്. സർവേ കല്ല് എവിടെയാണ് കുഴിച്ചിടുന്നത്? ഭൂമിയുടെ മുകളിലാണ്, പുറത്താണ്. പ്രഭാവശാലികൾക്ക് അത് ചെറുതായി ചുരണ്ടി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആക്കാൻ പറ്റും. എന്നാൽ മനുസ്മൃതി പറഞ്ഞത് സർവേ കല്ല് കുഴിച്ചിടുന്നതിൻ്റെ 2 മീറ്റർ, ഒരു 2 കോലടിയിൽ ഒരു 1.5 മീറ്ററിലധികം വരും, 1.44 അടിയിൽ കുടം കുഴിച്ചിടണം. അപ്പം മറ്റേത് മാറ്റാൻ അത്ര എളുപ്പത്തിൽ ഇത് മാറ്റാൻ പറ്റില്ലല്ലോ. ഇത് മാറ്റണമെങ്കിൽ കുഴിച്ചിട്ടൊക്കെ വേണ്ടേ? മറ്റത് ചുരണ്ടിയിട്ട് മാറ്റാം. അല്ലെങ്കിൽ വേണ്ടില്ല. ഇന്ന് ഈ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കൊല്ലത്തിലൊരു പ്രാവശ്യമാണ് തുലാസുകളൊക്കെ സീല് ഒപ്പിക്കേണ്ടത്. പക്ഷെ മനു പറയണത് 6 മാസത്തിലൊരിക്കൽ വേണമെന്നാണ്. 6 മാസത്തിലൊരിക്കൽ സീല് വെക്കണം. കാരണം
ഒന്ന് കൃത്രിമം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ട്, കൃത്രിമം ചെയ്തില്ലെങ്കിൽ തന്നെയും കാലക്രമേണ ഇതിൽ തേയ്മാനം വരുമ്പോൾ തൂക്കത്തിന് മാറ്റം വരും, അളവിന് മാറ്റം വരും. ഒരേ പാത്രം കൊണ്ട് ഇങ്ങനെ അളന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പാത്രത്തിന് തേയ്മാനം വരും. ഒരേ തുലാസിൽ തൂക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാലം കൊണ്ട് അതിൽ മാറ്റം വരും. അതുകൊണ്ട് ഒരു കൊല്ലത്തിൽ പോരാ, 6 മാസത്തിൽ വേണമെന്നാണ് മനു പറയണത്. അപ്പം ഇതൊക്കെ അത്ഭുതപ്പെടുത്തില്ലേ നമ്മളെ? എന്നാൽ മനുവിൻ്റെ സ്മൃതിയിൽ ബ്രാഹ്മണ ശബ്ദത്തിനൊക്കെ ഔപനിഷദമായ ബ്രാഹ്മണാർത്ഥമല്ല, അതൊരു തരം ജാതീയമായ ഒരവസ്ഥ അതിൽ കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഉപനിഷത്ത് ദർശനങ്ങൾ യുക്തിചിന്തയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുവല്ലോ, തീർച്ചയായിട്ടും. എന്നാൽ ഒരു യുക്തിവാദിയും യുക്തിചിന്തയെ തന്നെ എന്നാൽ ഒരു യുക്തിവാദിയും യുക്തിചിന്തയെ തന്നെയല്ലേ പ്രോത്സാഹിപ്പിക്കുന്നത്? ആയിരിക്കണം, ആവണം, തീർച്ചയായിട്ടും ആവണം. അതുകൊണ്ട് നമ്മൾ യുക്തിവാദികളോട് അങ്ങേയറ്റം യോജിച്ചിട്ടാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസമെന്ന് വിശദീകരിക്കാമോ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ യുക്തിവാദികളെന്നറിയപ്പെടുന്നവർ ആരാണ്ട് എഴുതി വെച്ച പുസ്തകങ്ങളെ പ്രമാണമാക്കി, അവർ ആരെ നേതാവായി കണക്കാക്കുന്നോ അവരുടെ പ്രസംഗങ്ങളെ പ്രമാണമാക്കി, അതാണ് യുക്തിവാദം എന്ന് വിശ്വസിച്ച് വശായിട്ടുള്ളൊരു വിഭാഗമാണ്. എല്ലാവരെയും പറയുന്നില്ല, എത്രയോ നല്ല യുക്തിവിചാരം ചെയ്യുന്നവരുണ്ട്. പക്ഷെ പൊതുവെ യുക്തിവാദം എന്നുള്ള പേരിൽ ഇന്ന് കണ്ടുവരുന്നത് അങ്ങനെയാണ്. ചില വ്യക്തി ആരാധനകൾ, ചില ആൾദൈവങ്ങൾ ഒക്കെ ആയിട്ട് രൂപപ്പെട്ടിരിക്കുക. അവരെന്ത് പറഞ്ഞോ അത് യുക്തി, അവരെന്ത് എതിർത്തോ അത് എതിർക്കപ്പെടേണ്ട, അങ്ങനെയായി മാറിയിരിക്കുക. ഒരു മതമായിരിക്കുക. അതെ, ചില വിധേയത്വങ്ങൾ, അതാണല്ലോ മതത്തിൻ്റെ ഒരു സ്വഭാവം, അവിടെയും വന്നു ചേരുകയാണ്. ശരിയായ യുക്തിബോധമാണെങ്കിൽ നമുക്ക് അങ്ങേയറ്റം അംഗീകരിക്കാം. പക്ഷെ പലപ്പോഴും നിങ്ങളുടെ ഒരനുഭവം പറയാം. അയാളുടെ പേരൊന്നും ചോദിക്കരുത്, പറയുന്നത് ശരിയല്ല, കാരണം അതൊരു വ്യക്തിദൂഷണമായി മാറും, പാടില്ല. പക്ഷെ സത്യം മാത്രമാണ്. ഒരു ദിവസം ഈ കോഴിക്കോട് ഒരു പ്രസിദ്ധമായ ഒരു ഹോട്ടലിൻ്റെ മുറിയിൽ ഞങ്ങൾ 2 പേരിരിക്കുന്നു ഒരു സോഫയിൽ. ഒന്ന് അറിയപ്പെടുന്ന ഒരു യുക്തിവാദി നേതാവാണ്, യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധികാരിയാണ്. മറ്റത് നമ്മളും, ഞങ്ങൾ 2 പേരും ഒന്നിച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾ 2 പേരും പങ്കെടുക്കേണ്ട പരിപാടി ഒരു 10 മിനിറ്റ് ബാക്കിയുണ്ട്. സംഘാടകർ കൊണ്ടുപോയി ഇരുത്തിയതാ ഞങ്ങൾ 2 പേരെയും. ആ സമയത്ത് ചുമരിലുള്ള TV സ്ക്രീനിൽ കാണുകയാണ്, മുംബൈയിൽ ഭീകരവാദികൾ താജ് റെസിഡൻസിയും വേറെ ഒരു ഹോട്ടൽ സമുച്ചയവും ചില റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അക്രമങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നു. അതിനെ തുടർന്ന് സൈനിക, അർദ്ധസൈനിക, പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടപടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി, നമ്മളെ ആൾക്കാർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ എന്ന്. ഞാൻ ഉടനെ അദ്ദേഹത്തിൻ്റെ മടിയിൽ തട്ടി, അല്ല എന്താ പറഞ്ഞേ? അല്ലല്ല ഒന്നുമില്ല, അത് വളരെ വലിയ അക്രമം ഇതെന്ന് പറഞ്ഞതാ. ശരി അത്ര മാത്രം. പിന്നെ അദ്ദേഹത്തോട് ഞാനൊന്നും ചോദിച്ചില്ല, എന്തിനാ അദ്ദേഹത്തെ കുത്തി നോവിപ്പിക്കുന്നത്? ഉള്ളിലുള്ളതൊന്നും പുറത്ത് മറ്റൊന്നും പറയേണ്ടി വരുന്ന ഗതികേടുണ്ടല്ലോ, അതല്ല യുക്തിവാദം. മറിച്ച് വിമർശ്യൈതദശേഷേണ യഥേച്ഛസി തഥാ കുരു എന്ന് പറഞ്ഞതാ യുക്തിവാദം. ഞാൻ പറയാനുള്ളതൊക്കെ നിനക്ക് പറഞ്ഞു തന്നു, ഇനി നീ യുക്തിപൂർവ്വം വിചാരം ചെയ്ത് വേണ്ടത് സ്വീകരിച്ചോളൂ. അതാ ഭഗവത്ഗീത, അതാ വേദാന്തം. ശ്രദ്ധിക്കുക. ഇതിനിപ്പോൾ ആരാന്നൊന്നും ചോദിച്ചേക്കരുതേ, അത് മര്യാദയല്ല, അതൊരു വ്യക്തിദൂഷണമായി മാറും. അതിൻ്റെ ആവശ്യമില്ല. ഭാരതത്തിലെ മുഴുവൻ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും കേരളം ഒഴികെ പുരുഷന്മാർ മേൽവസ്ത്രം ധരിക്കുമ്പോൾ കേരളവും അത് പിന്തുടരേണ്ടതല്ലേ? ഇതിപ്പോൾ വലിയൊരു പ്രശ്നമായിരിക്കുക. അപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ ഷർട്ട് അഴിക്കാൻ നിർബന്ധിക്കരുത്
എന്ന് ഈ പറയുന്ന ആൾ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 10-35 കൊല്ലമായി. ഷർട്ട് അഴിക്കണവരഴിച്ചു പോയിക്കോട്ടെ, അതിന് വിരോധമില്ല. ഷർട്ട് ഇടണമെന്ന് പറയരുത്, ഷർട്ട് ഇട്ട് വേണം പോകണമെന്ന് പറയരുത്, ഒരിക്കലും പറയരുത്. പക്ഷെ ഷർട്ട് അഴിക്കണമെന്ന് നിർബന്ധിക്കരുത് എന്ന് കഴിഞ്ഞ 3.5 ദശകമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ ഷർട്ട് ഇട്ടല്ല നടക്കണത്. പക്വതയില്ലാത്ത പലരും നിങ്ങൾക്ക് ഷർട്ട് ഇട്ട് ആദ്യം നടന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഷർട്ട് ഇടാനല്ല ഈ പറയണത്, വേറെ വലിയൊരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ്. ഈ ചിന്ത കേവലം ഒരു വ്യക്തിയിൽ ഒതുങ്ങിയതല്ല. കേരളത്തിൽ ഏറ്റവും അധികം സന്യാസിമാരൊത്തൊരുമിച്ച് പങ്കെടുത്ത മാർഗദർശക മണ്ഡലത്തിൻ്റെ 2024 ആദ്യം തൃശ്ശൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ അംഗീകരിച്ച പ്രമേയത്തിൽ ഒന്നാണിത്. ഒറ്റക്കെട്ടായി ഒരു വ്യക്തി പറഞ്ഞതല്ല, 400-ലധികം സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുത്ത യോഗത്തിലാണ്. അവരാരും വിചാരം ചെയ്യാത്തവരോ ബുദ്ധിയില്ലാത്തവരോ അല്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്? സന്യാസിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് മാറാവുന്നതും മാറരുതാത്തതുമായ അനുഷ്ഠാന ക്രമങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എക്കാലവും നിലനിൽക്കേണ്ടുന്ന ആചാരങ്ങളുണ്ട്, കാലത്തിനനുസരിച്ച് മാറാവുന്ന ആചാരങ്ങളുമുണ്ട്. ഇവ ഏതെന്ന് ആദ്യം തിരിച്ചറിയണം. അതിൻ്റെ കാര്യകാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മുൻകാലത്ത് വേണ്ട, ഈ ഇരിക്കുന്ന നമ്മുടെ മുത്തശ്ശൻ്റെ അച്ഛൻ, അതായത് അച്ഛൻ്റെ അച്ഛനെയാണ് ഇവിടെ മുത്തശ്ശൻ എന്ന് പറഞ്ഞത്. അതിൻ്റെയും അച്ഛന് ഷർട്ട് എന്നൊരു സാധനം അവർ കണ്ടിട്ടുണ്ടായിരുന്നോ? ഉണ്ടോ? ഉണ്ടാവില്ല എന്ന് ഉറപ്പാ. നമ്മുടെയൊക്കെ മുത്തശ്ശനായപ്പോഴത്തേക്ക് ഷർട്ടൊക്കെ അവർ കണ്ടു. ചില സായിപ്പന്മാരിട്ടിട്ടും പിന്നെ അത്യാവശ്യം ഒരു ഷർട്ടൊക്കെ സംഘടിപ്പിച്ചു. കുറച്ച് ചില്ലാനൊക്കെ ഉള്ള കുടുംബമൊക്കെ ആണെങ്കിൽ ഒരു ഷർട്ടൊക്കെ ഉണ്ടാവും. വല്ല കോടതി പോകുമ്പോഴോ ദൂരെ നാട്ടിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ ഷർട്ട് ഇടുന്ന ഒരു പതിവ് വന്നു. നമ്മുടെ മുത്തശ്ശനൊക്കെ ആയപ്പോഴത്തേക്ക്. നമ്മുടെ അച്ഛനൊക്കെ ആയപ്പോഴത്തേക്ക് അവർ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഷർട്ട് ഇടും. വീട്ടിൽ വന്നാൽ ആദ്യം ചെയ്യുക ഇത് അഴിച്ചു നോക്കിയിടുക. ഓർമ്മയില്ല? നമ്മുടെ അച്ഛനായപ്പോഴത്തേക്കോ അവരെപ്പോഴും ഷർട്ടിടും. എന്നാലും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർ ഷർട്ട് അഴിച്ചു വയ്ക്കും. നമ്മളെ തലമുറയായപ്പോഴത്തേക്കോ കുളിക്കുമ്പോൾ ഷർട്ട് അഴിക്കും, അലക്കും, പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ പുതിയൊരു ഷർട്ട് എടുത്തിടും. അപ്പോൾ കുട്ടികൾ ജനിച്ചു വരുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കയ്യിൽ സ്മാർട്ട് ഫോണും ഉണ്ടാവും, ഷർട്ടും ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ്. അതേ, സംശയമില്ല. അപ്പോൾ മുൻകാലങ്ങളിൽ സമൂഹത്തിൽ ഇല്ലാതിരുന്ന ഷർട്ട് എന്ന വസ്തു പിന്നീട് സ്വീകരിക്കാതെയായി. മറ്റ് മേഖലകളിലൊക്കെ പരിഷ്കാരം വന്നപ്പോഴും സമൂഹം സ്വീകരിച്ചപ്പോഴും ക്ഷേത്രപ്രവർത്തകർ സ്വീകരിച്ചില്ല. ക്ഷേത്രത്തിൽ ഷർട്ട് ഇടരുത് എന്നുള്ളൊരു നയം നിലനിന്നത് കേരളത്തിൽ. അല്ലാതെ ഇതിന് ശാസ്ത്രീയമായിട്ട് ഒരു കാരണവും ഇല്ല. ഇങ്ങനെ തന്നെയായിരുന്നു സ്ത്രീകൾക്കും. സ്ത്രീകൾക്ക് മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല. അവിടെ ജാതിഭേദമൊന്നുമില്ല. ചിലരുടെ ജാതിഭേദമൊക്കെ കൽപ്പിക്കും. ജാതിഭേദമൊക്കെ പിന്നീട് കൽപ്പിച്ചതാണ്. മുൻകാലങ്ങളിൽ ആർക്കും മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല സ്ത്രീകൾക്ക്. നമ്മുടെ മുത്തശ്ശിക്കൊന്നും മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ പുറമെ പോകുമ്പോൾ ഒരു നേരിയത് പുതയ്ക്കാൻ തുടങ്ങി. പിന്നെ റൗക്ക എന്ന് പറയുന്ന സാധനം ഇടാൻ തുടങ്ങി, മുലക്കച്ച. പിന്നെ ബ്ലൗസ് വന്നു. സ്ത്രീകളെ സംബന്ധിച്ച് ഒന്നൊന്നായി ഇത് അംഗീകരിക്കപ്പെട്ടു ക്ഷേത്രങ്ങളിൽ. എന്നാൽ എന്തുകൊണ്ട് പുരുഷൻ അംഗീകരിച്ചുകൂടാ? എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? സ്ത്രീക്ക് ആവാച്ചാൽ പുരുഷനാവാലോ. ഇനി പുരുഷന് പാടില്ല എന്നാണ് പറഞ്ഞത്. സ്ത്രീകൾ ഒഴിച്ചു വെച്ചോളൂ. എന്താ അത്? ഒക്കെ ഒരുപോലെയല്ലേ വേണ്ടത്? ഇവിടെ പുത്ര പുത്രി ഒരേ അർത്ഥം പറഞ്ഞു നേരത്തെ. അതുപോലെ തന്നെയല്ല എല്ലാത്തിലും വേണ്ടത്. അപ്പോൾ ചിലർ പറയും, അങ്ങനെയല്ല സ്വാമി, ദേവതയുടെ ചൈതന്യം ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് ഹൃദയത്തിലേക്ക് പോകണം. അത് ഈ കുപ്പായൊട്ടാ ശരിയാവില്ല. ഒരു കോട്ടനെ പെനിട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ചൈതന്യമല്ലേ ദേവന്. 2
അങ്ങനെയാച്ചാൽ സ്ത്രീകൾക്ക് ഈ ചൈതന്യം വേണ്ടേ? പുരുഷന്മാർക്ക് മാത്രം മതിയോ? അപ്പം വേറൊരു കൂട്ടർ മഹാവിഡിത്തം പറയും, അങ്ങനെയല്ല സ്വാമി, ഇത് പൂണൂലുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ടാണ് അഴിക്കണം എന്ന് പറഞ്ഞത്. പൊട്ടത്തരാണത്. ഇത്ര വലിയ പൊട്ടത്തരം വേറൊന്നുമില്ല. കാരണം പണ്ടിത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പൂണൂലുണ്ടോ ഇല്ലയോ നോക്കണ്ട ആവശ്യം ഷർട്ട് അഴിച്ചിട്ടാ? എന്തൊരു കഷ്ടമാണ്. ഈ പറഞ്ഞൊക്കെ വിവരക്കണം. ഒരു വിഭാഗം പറയും പൂണൂലുണ്ടോ നോക്കാനാ, വേറൊരു വിഭാഗം പറയും ദേവചൈതന്യം കയറാനാ. രണ്ടും തെറ്റാ. ഇത് സാമൂഹികമായി ഒരു ഒരു ആചാരവ്യവസ്ഥ മാറാതെ നിലനിന്നു, ജടിലമായി നിലനിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഷർട്ട് അഴിക്കണമെന്ന് നിർബന്ധിക്കരുതെന്നാണ് നമ്മുടെ പക്ഷം. ഇത് ആർക്ക് വേണ്ടിയാ പറയണമെന്നറിയോ? നോക്കൂ, നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാരും ഇന്ന് ഷർട്ട് അഴിക്കാൻ തയ്യാറല്ല. ആയിക്കോട്ടെ, അവർ പോണ്ട, അമ്പലത്തിൽ താല്പര്യമുള്ളവൻ പോയാൽ മതി എന്ന് പറയാൻ എളുപ്പം കഴിയും. പക്ഷേ അനുഷ്ഠാനരഹിതമായൊരു സമൂഹം മാറിയാൽ അവർ ഇതര മതപരിവർത്തനവാദികളാൽ ആകർഷിക്കപ്പെടുമെന്ന യാഥാർത്ഥ്യം വിസ്മരിക്കരുത്. കാരണം ഈ തലമുറയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുപ്പായം ഇടിയിക്കുന്ന പരിപാടിയുണ്ട്. കോട്ടൻ്റെ വളരെ നേർമയുള്ള വസ്ത്രമൊക്കെ ധരിപ്പിക്കും. പിന്നെ കുട്ടികൾ മുഴുവൻ വസ്ത്രം ധരിച്ചാൽ ശീലിച്ചിട്ടുള്ളത്. അങ്ങനെ ശീലിച്ച കുട്ടികൾ ഒരു അഡോളസൻ്റ് പ്രായത്തിലെത്തുമ്പോൾ സ്ത്രീകളുടെ പെൺകുട്ടികളുടെയൊക്കെ മുമ്പിൽ ഷർട്ട് അഴിക്കണമെന്ന് പറഞ്ഞാൽ അവർ മടിക്കും അമ്പലത്തിനുള്ളിൽ പോകാൻ. ഒരു സംശയമില്ല. ഈ ഇരിക്കുന്നവർ പറയുക അവരുടെ വീട്ടിലെ കുട്ടികൾ എത്ര പേര് സന്തോഷമായിട്ട് ആൺകുട്ടികൾ ഷർട്ട് അഴിക്കാൻ തയ്യാറുണ്ട്? നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഈ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. ഇപ്പം ഈ പറയുന്ന ആൾ തന്നെ ഇപ്പോൾ ഈ ചിദാനന്ദപുരസ്വാമി പറയുകയാണ്, അമ്പലത്തിൽ ഉത്സവമൊക്കെ അല്ലേ, പാട്ടോ പണിയെടുക്കുക എല്ലാവരും കൂടി എന്ന് പറഞ്ഞാൽ അങ്ങേറ്റ് അധ്വാനിക്കാൻ ചെറുപ്പക്കാർ തയ്യാറാണ്. ഈ എന്തൊക്കെ പണിയെടുക്കാന്ന് പറയാം അമ്പലത്തിന് വേണ്ടിയിട്ട്. ഇത്രക്കൊക്കെ വേണമെന്ന് നമുക്ക് തോന്നും. രാവിലെ വന്നാൽ രാത്രി വരെ ഉത്സവത്തിന് വേണ്ടി പണിയെടുക്കും ഒന്ന് ചേർന്ന്. പക്ഷെ അകത്ത് പോയി തൊഴാൻ പറഞ്ഞാൽ വല്ല സ്വാമി കാണാണ്ട് സൈഡിൽ കൂടെ പോയി രക്ഷപ്പെട്ടുള്ളൂ. കാരണം ഷർട്ട് അഴിക്കാൻ മടിയാ, ഭക്തി ഇല്ലാത്തതുകൊണ്ടല്ല. എത്രയോ കോളേജ് വിദ്യാർത്ഥികളെ നമ്മൾ സംസാരിക്കാറുണ്ട്, ഇവിടെ അമ്പലത്തിൽ പോകാറുണ്ടോ? ഇല്ല സ്വാമി, അത് ഷർട്ട് അഴിക്കണം, മടിച്ചിട്ട്. അങ്ങനെ ആചാരരഹിതന്മാരായി പോവും. അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ശാസ്ത്രീയ തത്വം ഉണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. സ്ത്രീകൾക്ക് ആവാമെങ്കിൽ പുരുഷന്മാർക്കും ആവാം. അതുകൊണ്ട് നിർബന്ധിക്കരുത്, ഷർട്ട് ഇടണമെന്ന് നിർബന്ധിക്കരുത്, ഷർട്ട് അഴിക്കണമെന്ന് നിർബന്ധിക്കരുത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് വയ്ക്കുക. രണ്ടിലേതാ അഭികാമ്യെന്ന് ചോദിച്ചാൽ ഞാൻ പറയും തിരക്കില്ലാത്ത ക്ഷേത്രങ്ങളിൽ ഷർട്ട് അഴിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്. തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഇട്ടു പോകുന്നതാണ് നല്ലത്. തിരക്കി നിന്ന് എവൻ്റെ വിയർപ്പ് മുഴുവൻ എവൻ്റെ ദേഹത്തായി. ഗുരുവായൂരൊക്കെ നിന്ന് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കാണ് നട അടയ്ക്കുക. അത് കഴിഞ്ഞ് വിയർത്തൊലിക്കുകയായി. പിന്നെ തുറന്ന് ഇങ്ങനെ വരി മുന്നോട്ട് നീങ്ങുമ്പോഴത്തേക്ക് വീണ്ടും നട അടച്ചു, വീണ്ടും വിയർത്തൊലിച്ച് അവസാനം ഭഗവാന്റെ പ്രസാദം എന്നത്തേക്കുമായിട്ട്. എന്താ പറ്റിയത്? ഭഗവാന്റെ പ്രസാദ എന്ത് ചൊറി, അല്ലാണ്ടെന്താ? യുക്തിബോധം കുറച്ച് വേണ്ടേ നമുക്ക്? ഇത് പറയാൻ ചിലർ സംസ്കൃത ശ്ലോകമൊക്കെ കൊണ്ടുവരും. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട സംസ്കൃത ശ്ലോകമാണ്, പ്രാചീനാചാര്യന്മാർ പറഞ്ഞതല്ല. ശ്രദ്ധിക്കുക, അത് സംസ്കൃതത്തിൽ എഴുതിയോണ്ട് പ്രമാണം നമ്മൾ സ്വീകരിക്കില്ല. യുക്തി പറയണം, എന്താണതിൻ്റെ യുക്തി എന്നുള്ളത്. അതുകൊണ്ട് കാലത്തിനനുസരിച്ച് മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സമൂഹവും നിലനിന്നിട്ടില്ലെന്ന് ഓർമ്മിക്കുക. ഏത് നല്ല പരിഷ്കരണം വരുമ്പോഴും അതിനെ എതിർത്തതാണ് യാഥാസ്ഥിതിക സമൂഹം. ക്ഷേത്രപ്രവേശന വിളംബരം വന്നപ്പോൾ അയ്യോ ക്ഷേത്രങ്ങളൊക്കെ നശിച്ചു പോകുമെന്ന് പറഞ്ഞു ചില യാഥാസ്ഥിതിക വിഭാഗങ്ങളൊക്കെ. എന്തായി? നശിക്കുക ചെയ്തതല്ല, നന്നാവുക ചെയ്തത്. നന്നാവുക ചെയ്തത്, ഒരു സംശയമില്ല.
അതുകൊണ്ട് യുക്തിപൂർവം കാലത്തിനനുസൃതമായ പരിവർത്തനങ്ങളെ ഉൾക്കൊള്ളുക, ഇതേ പറയാനുള്ളൂ. ചില സംസ്കൃത ശ്ലോകങ്ങൾ ഉദ്ധരിക്കാൻ മാത്രം നിൽക്കരുതേ. അതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രസകരമായൊരു സംഭവം പറഞ്ഞുതരാം. നേരം വൈകി, ഉദ്ദേശിച്ച നേരമൊക്കെ വൈകി, എന്നാലിത് പറയാം. ഒരു ദിവസം കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് ഈ സ്വാമിജി, നമ്മൾ വളരെ ബഹുമാനിക്കുന്നൊരു സ്വാമിജിയാണ്. ഒരു ദിവസം അദ്ദേഹം ഒരു സ്ഥലത്ത് കുളിച്ച്, വൈകുന്നേരം കുളിച്ചിട്ട്, ഒരു കുളത്തിലാന്ന് കൂട്ടിക്കൊള്ളു, ഒരു അമ്പലക്കുളത്തിലാണ്, കുളിച്ച് കഴിഞ്ഞിട്ട് ഭസ്മം എടുത്ത് നനച്ച് തൊടുക. അപ്പോൾ അപ്പുറത്ത് രണ്ടുപേര് നിൽക്കുന്നുണ്ട്. അല്ല സ്വാമിജി, വൈകുന്നേരം ഭസ്മം നനച്ച് തൊടാൻ പാടുണ്ടോ? രാവിലെ അല്ലേ നനച്ച് തൊടാൻ പാടുള്ളൂ, വൈകുന്നേരം നനയ്ക്കാതെ അല്ലേ തൊടേണ്ടത്? അയ്യേ അല്ലല്ല, വൈകുന്നേരം നനച്ച് തൊടണം. അപ്പോൾ ഇയാൾ ചോദിച്ചു പ്രമാണമുണ്ടോ? പ്രമാണമുണ്ട്. അപ്പോൾ സ്വാമിജിയാണ് ചൊല്ലി, ഭസ്മലേപം സദാ കുര്യാത് ന കഥാപ്യുദകം വിനാ ആ ശൗചകാലേ സംപ്രാപ്തേ ധാരയേതുദകം വിനാ. ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അപ്പം ഉണ്ടാക്കി ചൊല്ലിയതാ സ്വാമിജി, പിന്നെ അല്ല, കേട്ടിട്ടുണ്ടെന്ന്. സംസ്കൃതമായപ്പോൾ തൃപ്തിയായി. ഇത് മൗഢ്യമാണ്, അത് ചിന്തിക്കുക. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ. അപ്പോൾ ഈ പരബ്രഹ്മം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആത്യന്തികമായ സത്യത്തെ, ആത്യന്തികമായ ഉണ്മയെ വിളിക്കുന്ന പേരാണ് ബ്രഹ്മമെന്ന്. ബ്രഹ്മത്തിൻ്റെ അനന്യവും അഭിന്നവുമായ ശക്തിവിശേഷത്തിനാണ് മായ എന്ന് പറയുക. മായയുടെ ശുദ്ധ സത്വപ്രധാനമായിട്ടുള്ള ഭാവമാണ് വിദ്യ, മലിനസത്വമായ ഭാവമാണ് അവിദ്യ, തമപ്രധാനമായ ഭാവമാണ് പ്രകൃതി. ഇത് വിസ്തരിച്ച് പഠിക്കേണ്ടുന്ന തത്വമാണ്. ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്നാലും ചോദ്യം വന്ന സ്ഥിതിക്ക് സൂചിപ്പിക്കാതെ വയ്യ. ഈ ശുദ്ധ സത്വപ്രധാനമായ വിദ്യോപാധിയിൽ ചേർന്നിരിക്കുന്ന ബ്രഹ്മചൈതന്യത്തിന് പറയുന്ന പേരാണ് ഈശ്വരൻ. അവിദ്യോപാധിയിൽ ചേർന്നിരിക്കുന്ന ബ്രഹ്മചൈതന്യത്തിന് പറയുന്ന പേരാണ് ജീവൻ. ശ്രദ്ധിക്കുക. ഈ പ്രപഞ്ചമാകുന്ന മായയിൽ നിന്ന് ഒരു മോചനം ഈശ്വര സാക്ഷാത്കാരം കൊണ്ട് മാത്രമല്ലേ സാധ്യമാവുള്ളൂ? അതെ, തീർച്ചയായിട്ടും. മായാമോചനം മായാവിയുടെ സ്വരൂപത്തെ തിരിച്ചറിയുന്നതിലൂടെ മാത്രമാണ്. ദൈവീ ഹ്യേഷ ഗുണമയീ മമ മായാ ദുരത്യയാ മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. ഇത്ര സ്പഷ്ടമായിട്ട് ഭഗവാൻ പറഞ്ഞു തരും. ഈശ്വര സാക്ഷാത്കാരത്തിന് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം പഠിച്ചാൽ സാധിക്കുമല്ലോ. ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിക്കാൻ അതിലൂടെയൊക്കെ സാധിക്കും. അതൊന്നും ഇല്ലാണ്ടും സാധിക്കും. സത്യാന്വേഷണം മാത്രം മതി. ഈ പ്രപഞ്ചത്തെ ഒന്ന് വായിക്കാൻ പഠിച്ചാൽ മതി. തൻ്റെ ചുറ്റുപാട് തുറന്ന് വെച്ചിരിക്കുന്ന പുസ്തകം ഉണ്ടല്ലോ, ജീവിതാനുഭവം എന്ന് വിലയിരുത്തിയാൽ മതി. അപ്പോൾ ഈശ്വരനിൽ ഉന്മുഖമായൊരു ഭക്തി നമുക്കുണ്ടാവും, സംശയമൊന്നുമില്ല. എന്തെങ്കിലും ഒരു എളുപ്പവഴിയില്ല, നേർവഴിയേ ഉള്ളൂ. എളുപ്പവഴി വേണ്ട, നേർവഴി മതി. നേർവഴിയാണ് ഉപാസനയുടെ മാർഗം. നാമജപത്തിൻ്റെ, കീർത്തനത്തിൻ്റെ, ഭജനകളുടെ, പൂജകളുടെ, ഹോമങ്ങളുടെ, ശാസ്ത്രസ്വാധ്യായത്തിൻ്റെ, നിഷ്കാമ കർമ്മയോഗത്തിൻ്റെ, യമനിയമാസന പ്രാണായാമ ധാരണാദികളുടെ, ഇങ്ങനെ അനേക മാർഗങ്ങളുണ്ട്. ശൈവം, വൈഷ്ണവം, ശാക്തേയം, ഗാണപത്യം, സൗരം, സ്കാന്തം എല്ലാം ആ സത്യത്തിലേക്കുള്ള മാർഗമാണ്. എല്ലാ യോഗങ്ങളും ആ പരമസത്യത്തിലേക്കുള്ള മാർഗമാണ്. അത് വിസ്തരിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയൊക്കെ മതി. തൽക്കാലം ഉപസംഹരിക്കുന്നു. വളരെ വളരെ സന്തോഷം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഒറ്റ ആശയം പറയാം. ഇനി പറയാൻ പോകുന്നതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹയോഗം കൂടി ഉണ്ടാവണമെന്ന് പറയുകയാണ്. ഇത് എല്ലാ വർഷവും പറയാത്തൊരു ഭാഷയാണ്. എന്താ വെച്ചാൽ എല്ലാ വർഷവും ജാനുവരി 12-ാം തീയതി മുതൽ ഒരാഴ്ചക്കാലം കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് വെച്ച് ധർമ്മപ്രഭാഷണ പരമ്പര നടക്കാറുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ
ജനുവരി 12 മുതൽ 18 കൂടി 6 മണി മുതൽ 8 മണി വരെയാണ് പ്രഭാഷണം. എല്ലാവരെയും പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഇനി എന്താ സഹയോഗം എന്ന് ചോദിച്ചാൽ അത് പറയാം. കഴിഞ്ഞ വർഷം വരെ നമുക്ക് പോസ്റ്ററുകൾ ഒട്ടിക്കാനും ബോർഡുകൾ വയ്ക്കാനും ഒക്കെ സാധിക്കുമായിരുന്നു. ഈ വർഷം നിയമപരമായ കാരണങ്ങളാൽ ബോർഡുകളോ പോസ്റ്ററുകളോ അസാധ്യമാണ്. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാവരുടെയും സഹയോഗം ആവശ്യമുണ്ട്. ഇന്നിപ്പോൾ 2 പേര് കണ്ടുമുട്ടിയാലടക്കം ഗ്രൂപ്പാണ് ഇല്ലേ? ഈ കൂട്ടത്തിൽ വാട്സപ്പിൽ അംഗങ്ങളല്ലാത്തവരുണ്ടോ? ഫേസ്ബുക്കിലില്ലാത്തവരുണ്ടോ? ഏതിലെങ്കിലുമൊക്കെ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഒന്ന് നമ്മുടേതായ സുഹൃത്ത് വൃന്ദങ്ങളിൽ അറിയിക്കുക. ജനുവരി 12 മുതൽ 18 കൂടിയുള്ള 7 ദിവസം വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ ചിദാനന്ദപുരസ്വാമിയുടെ ധർമ്മപ്രഭാഷണ പരമ്പര കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് നടക്കുകയാണ്. എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഹാർദവമായി വേണ്ടാട്ടോ, ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു എന്ന് അറിയിക്കുക. അതിനൊരു സഹയോഗം എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഒന്ന് പറയുക. എന്നാൽ നമുക്കിത് നല്ലൊരു പരിപാടിയാക്കിയിട്ട് ഈ പ്രാവശ്യം തുടർന്ന് നടത്താം. വളരെ സന്തോഷം. അവിടെ സദസ്സിന് നമസ്കാരം. ആധുനിക കാലത്ത് ഉപനിഷത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി സ്വാമി യുക്തിഭദ്രമായ രീതിയിൽ വിശദീകരിച്ചു. ആധുനിക കാലത്തല്ല, എക്കാലവും ഇന്നലെയും ഇന്നും നാളെയും എന്നും പ്രസക്തിയുള്ളതായിരിക്കും ഉപനിഷത്ത്. പരമമായ സത്യത്തെ അന്വേഷിക്കുന്നതിലും അത് കണ്ടെത്തുന്നതിനും സഹായിക്കുന്ന സത്യം, അതായത് വിശ്വാസങ്ങൾ മാത്രമുള്ള എല്ലാ പ്രമാണങ്ങളും തള്ളിക്കൊണ്ട് ജനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ എന്നും സ്ഥായിയായ ഇതാണ് ഉപനിഷത്ത് എന്നുള്ളത് യുക്തിഭദ്രമായ രീതിയിൽ നമുക്ക് വിശദീകരിച്ചു തന്നു. അനേകായിരം നന്ദി സമിതിയുടെ പേരിൽ. നിങ്ങളെല്ലാം കേട്ട് വളരെ അച്ചടക്കത്തോടുകൂടി കേട്ട് സ്വാധ്യായം വേണമെന്ന് സ്വാമിജി ആവശ്യപ്പെട്ട് നമുക്കതിനുള്ള വഴികൾ തുറന്നു കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സമിതിയുടെ പേരിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ സമിതിയുടെ യഥാർത്ഥ മുഖം ഇതാണ്. പ്രത്യേകിച്ച് ഇത് കല്യാണ ഹോള അല്ലെങ്കിൽ മറ്റൊന്ന് നടത്താനുള്ളത്, ഇത്തരം കാര്യങ്ങൾ നടത്താനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.